മുഖ്യമന്ത്രിയോട് ചില ചോദ്യങ്ങൾ. കുട്ടനാടിനെ പ്രളയത്തിൽ മുക്കിയത് സർക്കാർ അനാസ്ഥയല്ലേ? തോട്ടപ്പള്ളിയിൽ സാധ്യമായതെല്ലാം ചെയ്തുവെന്ന് വാർത്താസമ്മേളനത്തിൽ അങ്ങ് പറഞ്ഞത് തെറ്റല്ലേ? പൂർണ്ണമായി പൊഴി മുറിക്കുന്നതും തോട്ടപ്പള്ളി സ്പിൽവേയിലെ മാലിന്യം നീക്കുന്നതും ഇപ്പോഴാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കിയോ? തോട്ടപ്പള്ളി ഷട്ടറുകൾ പൂർണ്ണമായും തുറന്നിട്ടില്ലെന്ന് അറിയാനായോ? മുൻകാലങ്ങളിൽ എങ്ങനെയായിരുന്നു കാര്യങ്ങളെന്ന് അങ്ങ് ചോദിച്ചു മനസ്സിലാക്കിയോ? തോട്ടപ്പള്ളിയിലെ വീഴ്ച കോട്ടയം, പത്തനംതിട്ട ജില്ലകളെ വെള്ളത്തിൽ മുക്കുന്നതിന് ഇടയാക്കിയെന്ന് ഇപ്പോൾ മനസ്സിലാക്കിയോ? ക്യാമ്പുകളിൽ കഴിയുന്ന ദുരന്തബാധിതരുടെ സങ്കടം ഉൾക്കൊള്ളാൻ അങ്ങ് മാനസികമായി തയ്യാറാണോ? അതോ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ രാവിലെ തന്നെ 2 അടിച്ചിട്ടാണ് വന്ന് പരാതി പറയുന്നതെന്ന അതേ നിലപാടിലാണോ ഇപ്പോഴും? ക്യാമ്പുകളിൽ എല്ലാ സംവിധാനവും ഉറപ്പാക്കാനായി എന്ന് മുൻപ് പറഞ്ഞത് പൂർണ്ണമായി ശരിയല്ലെന്ന് ഇനിയെങ്കിലും ബോധ്യമായോ? അതോ ഇതെല്ലാം മാധ്യമ പ്രൊപ്പഗൻഡ അഥവാ കുത്തിത്തിരിപ്പാണെന്നാണോ ഇപ്പോഴും കരുതുന്നത്? പരാതിക്കാർക്കും മാധ്യമപ്രവർത്തകർക്കും നേരെ വിരട്ടലുമായി വന്ന ചങ്ങനാശ്ശേരി MLA ശൈലിയെ തള്ളുമോ കൊള്ളുമോ? ഇന്നീ ചർച്ചയിൽ പങ്കെടുക്കുന്നത് രാജു എബ്രഹാം, CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി, മുൻ റാന്നി MLA. ഒപ്പം H. സലാം, മുൻ അമ്പലപ്പുഴ MLA. N. ശ്രീകുമാർ, വീക്ഷണം മുൻ എഡിറ്റർ. ഇവിടെ പത്തനംതിട്ട ഈ അതിതീവ്ര മഴയിൽ പ്രളയസമാനമായ സാഹചര്യത്തിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ട് നേരിട്ട ഒരു ജില്ലയാണ്. ആ ജില്ലയുടെ ഒരു സാഹചര്യം, അവിടുത്തെ ഏകോപനം, അതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പ്രശ്നങ്ങൾ, വിമർശനങ്ങൾ എല്ലാം ശ്രീ രാജു എബ്രഹാമുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ തോട്ടപ്പള്ളിയും കുട്ടനാടും ആലപ്പുഴയും ഒക്കെ വലിയ തോതിൽ ഈ അതിതീവ്ര മഴയുടെ ഈ സമയത്ത് ഏറ്റവും അധികം ബുദ്ധിമുട്ടിലായ മറ്റൊരു ജില്ലയും പ്രദേശങ്ങളുമാണ്. സലാം, അമ്പലപ്പുഴ മുൻ MLA നമ്മൾക്കൊപ്പമുണ്ട്. അതുപോലെ തന്നെ വീക്ഷണത്തിൻ്റെ മുന്നെടുത്ത ശ്രീ N. ശ്രീകുമാറിലേക്ക് ഞാൻ ആദ്യം വരികയാണ്. N. ശ്രീകുമാർ, ഇന്ന് വന്ന വാർത്തകളിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ സർക്കാർ ക്യാബിനറ്റ് കൂടി തീരുമാനങ്ങളൊക്കെ എടുത്ത് ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് കാര്യങ്ങൾ നടപ്പാക്കാനായി ഏൽപ്പിക്കും. പക്ഷേ ഇന്ന് പുറത്തറിഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിവരമുണ്ട്. ഇതുപോലെ ദുരന്ത നിവാരണ സംവിധാനങ്ങളെ ഏകോപിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള വകുപ്പ് റവന്യൂ വകുപ്പാണ്. ആ റവന്യൂ വകുപ്പിനായി ഒരു റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇല്ല, അധിക ചുമതലയിലാണ് ഇരിക്കുന്നത്. മറ്റ് സുപ്രധാനമായ വകുപ്പുകൾക്കൊപ്പം ആ വകുപ്പുകൾ കൈയാളുന്നയാൾക്ക് അധിക ചുമതല. യഥാർത്ഥത്തിൽ ഇതുപോലൊരു കാലത്ത് അങ്ങനെയാണോ വേണ്ടതെന്നൊരു ചോദ്യമുണ്ട്. കാരണം റവന്യൂ മന്ത്രിയെപ്പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമുള്ള ആളാണ്. അതായത് മുന്നറിയിപ്പുകൾ കൈകാര്യം ചെയ്യാൻ ഉദ്യോഗസ്ഥ തലപ്പത്ത് അതുപോലെ തന്നെ ആൾ വേണ്ടേ? ഇപ്പോൾ ദുരന്ത നിവാരണ വകുപ്പ് നോക്കിയാൽ അവിടെ സ്പെഷ്യൽ സെക്രട്ടറിയെ നിയമിച്ചത് ഓഗസ്റ്റ് 4-നാണ്. ഓഗസ്റ്റ് 1, 2 തീയതികളിലാണ് അതിതീവ്ര മഴ ഏറ്റവും അധികം ഉണ്ടായത്. ജൂലൈ മാസം 31-ന് 3 മണിക്കാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് വന്നത്, അതിതീവ്ര മഴയിലേക്ക് കേരളം പോകുന്നു എന്ന നിലയിൽ. റവന്യൂ വകുപ്പിന് സെക്രട്ടറി ഇല്ല, 6 ജില്ലകളിൽ ഡെപ്യൂട്ടി കളക്ടർമാരില്ല. ജില്ലാതലത്തിൽ ഈ ദുരന്ത നിവാരണ സംവിധാനങ്ങളെ ഏകോപിപ്പിക്കുന്ന ചുമതല ഈ ഡെപ്യൂട്ടി കളക്ടർമാർക്കാണ് എന്നതുകൂടി മനസ്സിലാക്കുമ്പോഴല്ലേ ഉദ്യോഗസ്ഥ തലത്തിൽ തലപ്പത്ത് ആളില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം, അതിൻ്റെ ഗൗരവം ബോധ്യമാവുക. നോക്കൂ ശ്രീ ശരത്തെ, ഇതൊരു മിന്നൽ മഴ മേഘവിസ്ഫോടനത്തിൻ്റെ ഭാഗമായിട്ട് ആരും അറിയാതെ പെട്ടെന്നൊരു രാത്രി ഉണ്ടായ സംഭവങ്ങളാണ്. ഓറഞ്ച് അലർട്ടിലിരുന്ന നമ്മുടെ സുഹൃത്ത് രാജു എബ്രഹാമിൻ്റെ പത്തനംതിട്ട രാത്രിയോടെ റെഡ് അലർട്ടിലേക്ക് മാറിയത് ജനങ്ങൾ പിറ്റേന്നാണ് അറിയുന്നത്. അതായിരുന്നു അവസ്ഥ. അതിനെ തുടർന്ന് ചില പ്രശ്നങ്ങളൊക്കെ ചില ഭാഗത്തു നിന്നുണ്ടായി. പ്രതിപക്ഷം കൂടുതൽ രൂക്ഷമായിട്ടത് ഘടിപ്പിച്ചു. പക്ഷേ ഒരു ഉദ്യോഗസ്ഥനില്ലാത്തതോ അല്ലെങ്കിൽ 6 ഡെപ്യൂട്ടി കളക്ടർമാരില്ലാത്തതൊന്നും ഇവിടെ ഒരു പ്രശ്നമായിട്ട് ജനങ്ങൾക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു സംവിധാനമുണ്ട്, സർക്കാർ സംവിധാനമുണ്ട്. ആ സർക്കാർ സംവിധാനം വർഷങ്ങളായിട്ട് തുടരുന്നതാണ്. ആ സംവിധാനത്തിലൂടെ കാര്യങ്ങൾ പോകും. അവരെ ഏകോപിപ്പിക്കേണ്ട ചുമതല ഭരണ രാഷ്ട്രീയ നേതൃത്വത്തിനാണ്. അത് കൃത്യമായിട്ട് അവർ നിർവഹിക്കുന്നുണ്ട്. പക്ഷേ നിർവഹിക്കുന്ന കൂട്ടത്തിൽ തന്നെ പിഴവുകൾ വരും. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ പെട്ടെന്നൊരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ വരും. അതിൽ രാഷ്ട്രീയം കാണാം, അതല്ലെങ്കിൽ അത് രാഷ്ട്രീയം അല്ലാതെ ഉദ്യോഗസ്ഥരുടെ ഒരു അമാന്തമാണോ എന്ന് വ്യാഖ്യാനിക്കാം. അതല്ലെങ്കിൽ ഭരണപക്ഷം പരാജയമാണെന്ന് പ്രസംഗിക്കാം. ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നടക്കും. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം 2-3 ദിവസം മുമ്പ് അവരെ പരിഭ്രാന്തരാക്കിയ ഒരുപാട് വാർത്തകളും വിശകലനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വന്നിരുന്നു. അതിൽ ഒരുപാട് വിഷയങ്ങൾ വ്യാജമായിരുന്നു. അതിനെതിരെ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനെ തുടർന്ന് പിന്നീട് അത്തരം വ്യാജ വാർത്തകളൊക്കെ ഏതാണ്ട് നിന്ന പോലാണ്. പക്ഷേ ഇപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളുണ്ട്. അറിയാതെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സംഭവം കേട്ടിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാതെ
പെട്ടെന്ന് പ്രതികരിച്ച് മറ്റേ പരിഹാസ്യരാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ അക്കൂട്ടത്തിൽ ഇതിലെ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാത്തതുകൊണ്ടൊന്നും ഇതിൻ്റെ മറ്റേ വീഴ്ച സംഭവിച്ചതായിട്ട് കരുതുന്നില്ല. പക്ഷേ ഉദ്യോഗസ്ഥന്മാർ വേണ്ടതാണ്. അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ മെയ് 18 അധികാരമേറ്റ ഒരു ഗവൺമെൻറ് ജൂൺ ജൂലൈ മാസമാകുമ്പോഴേക്കും ഉദ്യോഗസ്ഥ പുനർവിന്യാസം പൂർണ്ണമായി നടപ്പാക്കണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കാലാവധിയൊക്കെ ഉണ്ട്. അത് മാത്രമല്ല, പുതിയ ഒരു രാഷ്ട്രീയ സംവിധാനം വരുമ്പോൾ അതനുസരിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥ സംവിധാനം ഉണ്ടാകേണ്ടതുണ്ട്. ആ രാഷ്ട്രീയ സംവിധാനം പൂർണ്ണമായ ശേഷം ഉദ്യോഗസ്ഥ സംവിധാനത്തിലേക്ക് വരുമ്പോൾ ചില അവസരങ്ങളൊക്കെ ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. സ്ഥലമാറ്റത്തെക്കുറിച്ച് ഭിന്നാഭിപ്രായമുണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഈ വക കാര്യങ്ങളൊക്കെ ചർച്ചയാവേണ്ടത്. പക്ഷേ മൊത്തത്തിൽ പൊതുവെ കേരളത്തിലെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഗവൺമെന്റിന്റെ നടപടിക്രമങ്ങളിൽ വലിയ പരാതിയൊന്നും എങ്ങും ഉണ്ടായിട്ടില്ല. ഉണ്ടായ പരാതികളെല്ലാം ഞാൻ താങ്കളിലേക്ക് വരാം. മുൻ MLA, അമ്പലപ്പുഴ മുൻ MLA H. സലാം, തോട്ടപ്പള്ളി, കുട്ടനാട്, ആലപ്പുഴ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് നേരിട്ട് വരുന്നതിന് മുമ്പ് സലാം, ഇപ്പോൾ എൻ ശ്രീകുമാർ വീക്ഷണത്തിൻ്റെ മുൻ എഡിറ്റർ പറഞ്ഞു വെച്ച ഒരു കാര്യം, നമ്മളൊക്കെ അല്ലെങ്കിൽ പൊതുവെ ഒരു ധാരണ ഇതുപോലുള്ള കാര്യങ്ങളിൽ ദുരന്ത നിവാരണ ഏകോപന ഉത്തരവാദിത്തം റവന്യൂ വകുപ്പിനാണ്. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കേണ്ടതുണ്ട്. ദുരന്ത നിവാരണ സംവിധാനത്തിൻ്റെ നിലയിലെ പ്രവർത്തനങ്ങളും അവരുടെ ഡയറക്ഷൻസിനെയും അതേപടി താഴേക്ക് കൊണ്ടുപോവുക. അപ്പോൾ സജ്ജമായിരിക്കണം റവന്യൂ വകുപ്പ്. അതിൽ റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായ ഒരു പദവിയാണ്, ഉത്തരവാദിത്തമാണ്. അവിടേക്ക് ഒരാളില്ല എന്നുള്ള അമ്പരപ്പോടെയാണ് യഥാർത്ഥത്തിൽ ഞങ്ങളൊക്കെ കേട്ടത്. പക്ഷേ അതൊരു പ്രശ്നമല്ല എന്ന മട്ടിൽ രാഷ്ട്രീയ നേതൃത്വമുണ്ടല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുമാത്രവുമല്ല, ദുരന്ത നിവാരണ വകുപ്പിൽ തന്നെ സ്പെഷ്യൽ സെക്രട്ടറിയെ നിയമിച്ചത് ഓഗസ്റ്റ് 4-നാണ്. 6 ജില്ലകളിൽ ഡെപ്യൂട്ടി കളക്ടർമാരിൽ ഒരു MLA ആയി പ്രവർത്തിച്ച ആളെന്നുള്ള നിലയിൽ ഇതിൻ്റെയൊക്കെ പ്രാധാന്യത്തെ എങ്ങനെയാണ് ഇതുപോലൊരു കാലത്ത് സാഹചര്യത്തിൽ സലാം കാണുന്നത്? എൻ ശ്രീകുമാർ പറയുന്നത് പോലെ അത് അത്ര ഗൗരവമുള്ളതല്ല. ഉദ്യോഗസ്ഥർ വേണ്ടെന്നല്ല, പക്ഷേ ഇതില്ലെങ്കിലും രാഷ്ട്രീയ നേതൃത്വം ശക്തമായിട്ടുണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? സലാം. ശ്രീകുമാർ സാർ ഏത് ചർച്ച വന്നാലും സ്വാഭാവികമായിട്ടും അദ്ദേഹം UDF ന്യായീകരിക്കാൻ വേണ്ടി മാത്രമായി പറയുന്ന പോലെ തോന്നുള്ളൂ. നമുക്കെല്ലാം രാഷ്ട്രീയമുണ്ട് സാർ. ഇപ്പോൾ എനിക്ക് രാഷ്ട്രീയമുണ്ട്, താങ്കൾക്ക് രാഷ്ട്രീയമുണ്ട്. പക്ഷേ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് രാഷ്ട്രീയത്തിനപ്പുറം ഇത്തരം ചർച്ചകൾ ചില കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുക എന്നുള്ള കാര്യം പ്രധാനപ്പെട്ട കാര്യമാണ്. താങ്കൾ പറഞ്ഞ പോലെ രാഷ്ട്രീയമായ ഇത്തരം കാര്യങ്ങൾ വിവാദത്തിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല, കൊണ്ടുപോകാൻ പാടില്ല. ആ കാര്യത്തിൽ ഞാൻ പൂർണ്ണമായിട്ട് യോജിപ്പാണ്. പക്ഷേ ഇതുപോലെയുള്ള ഗൗരവതരമായ പ്രസംഗം വരുമ്പോൾ നമ്മൾ തരണം ചെയ്യുന്നത് എങ്ങനെയാണ്? LDF കേരളം ഭരിച്ചാലും UDF കേരളം ഭരിച്ചാലും നമ്മൾ അതിനെ തരണം ചെയ്യുന്നത് ഒരു സിസ്റ്റത്തെ മെച്ചപ്പെടുത്തിക്കൊണ്ടാണ്. ആ സിസ്റ്റത്തെ മെച്ചപ്പെടുത്താൻ കഴിയുന്ന ഒരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടോ? താങ്കൾ UDF-നെ പിന്തുണയ്ക്കുന്ന ഒരു നിരീക്ഷകൻ എന്ന കാര്യം ഒന്ന് മാറ്റി വെച്ചിട്ട് സാർ ആലോചിച്ച് നോക്കിയാൽ മതി. ഇവിടെ റവന്യൂ സെക്രട്ടറി ഇല്ലാത്തതിൻ്റെ കാര്യം പറഞ്ഞു. റവന്യൂ വകുപ്പെന്ന് പറയുന്നത് ഇതുപോലെയുള്ള ദുരന്ത സമയത്ത് ടോട്ടലായ ഒരു പ്രവർത്തനത്തിൻ്റെ നട്ടെല്ലാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ജില്ലാ ഭരണകൂടമാണ്, റവന്യൂ വകുപ്പാണ് മറ്റെല്ലാ വകുപ്പിനെയും കോർഡിനേറ്റ് ചെയ്ത് എല്ലാ നിലയിലും അതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിൻ്റെ സ്റ്റേറ്റ് ഹെഡിൻ്റെ കാര്യം ഇവിടെ ശരത്ത് പറഞ്ഞു. ഇപ്പോൾ ചുമതലയിൽ ആളില്ല. ചുമതലയുണ്ടെങ്കിൽ ചുമതല കാണും. പക്ഷേ ഒരു പൂർണ്ണസമയം നിന്ന് വേണമെങ്കിൽ ഓരോ കലാമിറ്റി ഉണ്ടാകുന്ന പ്രദേശങ്ങൾ നേരിട്ട് പോയി അങ്ങനെയെല്ലാം ലീഡ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നന്നായി കഷ്ടപ്പെടുന്ന ധാരാളം ഉദ്യോഗസ്ഥന്മാർ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് താനും. ഡെപ്യൂട്ടി കളക്ടേഴ്സ്, തഹസിൽദാർമാർ, വില്ലേജ് ഓഫീസേഴ്സ്, ഈ പറയുന്ന തസ്തികയിലെല്ലാം ഇരിക്കുന്ന ആളുകൾ പരിപൂർണമായും രാപകൽ അധ്വാനിച്ചുകൊണ്ടാണ് നമ്മുടെ മുന്നിലെ കഴിഞ്ഞ 10 വർഷക്കാലം ഏതെല്ലാം കാലത്ത് എന്തെല്ലാം ഉണ്ടായ സമയത്തും ഇതെല്ലാം നന്നായി കൈകാര്യം ചെയ്ത് പോയത് അത്തരമൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ ശ്രീകുമാർ സാർ സംസാരിക്കുമ്പോൾ ആദ്യ ഭാഗത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം എന്ത് ചെയ്യാനാ പെട്ടെന്നൊരു മഴ ഇങ്ങനെ വന്നു പോയതുകൊണ്ട് സംഭവിച്ചു എന്നാണ്. അദ്ദേഹം പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ 2-3 ദിവസം മുമ്പ് നടത്തിയ പ്രസ് മീറ്റ് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പിന്നെ എല്ലാ പ്രസ് മീറ്റിലും 2 കള്ളം പറയാതെ അവസാനിപ്പിക്കാനാവില്ല എന്ന നിലയിൽ അദ്ദേഹം മാറിയിട്ടുണ്ടെന്നുള്ളതുകൊണ്ട് നമ്മൾ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കള്ളത്തരത്തിന് ഒന്ന് ബാക്കിങ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു രീതിയാണ് അദ്ദേഹം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത്. ഒന്ന് എന്ത് ചെയ്യാനാ ഒരു മുൻകരുതൽ പോലും എടുക്കാതെ നമുക്കിങ്ങനെ രാത്രി അതിതീവ്രമായി വന്ന് പെയ്ത് വീണ് പോയപ്പോൾ എന്ത് ചെയ്യാനാണ് എന്നാണ് അന്ന് മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യമാണ്. പച്ചക്കള്ളമാണ് ചോദിച്ചതെന്നുള്ള കാര്യം നിങ്ങൾ മീഡിയ നല്ലതുപോലെ പൊളിച്ചടുക്കുകയും ചെയ്തു. അതിൽ കൈരളി പ്രധാനപ്പെട്ട റോൾ വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം IMD-യുടെ റിപ്പോർട്ട്
ജൂലൈ മാസം 31-ാം തീയതി പകൽ 3 മണിക്ക് വന്നു. ആ 3 മണിക്ക് ആ റിപ്പോർട്ട് ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുകയാണ് മുഖ്യമന്ത്രി പ്രസ് മീറ്റിൽ വന്ന് പറയുന്നത്. ഇതറിഞ്ഞതേ ഇല്ല. രാത്രി വൈകി അതിതീവ്ര മഴ ഇങ്ങനെ തലയുടെ മണ്ടയ്ക്ക് വന്ന് വീണപ്പോഴാണ് അറിഞ്ഞത് എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ ദുരന്ത നിവാരണത്തിൻ്റെ എല്ലാ ആക്ടിവിറ്റിയുടെയും ചെയ്യേണ്ടതിൻ്റെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഈ പറയുന്നത്. അതിൻ്റെ ഏറ്റവും ടോപ്പ് അതോറിറ്റിയാണ് മുഖ്യമന്ത്രി. അദ്ദേഹം പറയുകയാണ് ഇത് നമുക്ക് കിട്ടുമല്ലോ. ശരത്തെ, ഇന്നത്തെ കാലാവസ്ഥ മുന്നറിയിപ്പ് എനിക്ക് ഫോണിൽ കിട്ടുന്നുണ്ട്. MLA-മാർക്കെല്ലാം കൃത്യമായിട്ട് കിട്ടും. കേരളത്തിൽ മുഖ്യമന്ത്രി പറയുന്ന അറിഞ്ഞില്ലെന്നല്ലേ? പകൽ 3 മണിക്ക് അറിഞ്ഞാൽ രാത്രി തീവ്രമഴ പെയ്ത് വീഴുന്നത് വരെ അതിനിടയിലുള്ള സമയത്ത് ഒരു മുന്നറിയിപ്പ് കൊടുത്ത് അതിനാവശ്യമായ ഒരു മുൻകരുതൽ എടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് എന്ത് നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചു? അവിടെ റവന്യൂ വകുപ്പുണ്ടോ? ഗവൺമെൻറ് ടോട്ടലായിട്ടുണ്ടായിരുന്നോ? ജില്ലാ ഭരണകൂടങ്ങളുണ്ടായിരുന്നോ? ആരും ഉണ്ടായിരുന്നില്ല. ഒന്നും ചെയ്തില്ലെങ്കിലും മഴ പെയ്യാൻ പോവാണ് എന്നൊരു കാര്യം നാട്ടിൽ ജനങ്ങളെ അറിയിക്കാൻ ഒരു മൈക്ക് വെച്ച് കെട്ടി അനൗൺസ്മെൻറ്റെങ്കിലും നടത്തിയോ ഈ ഗവൺമെൻറ് സിസ്റ്റം? നടത്തിയില്ലല്ലോ. എന്നിട്ട് സാർ എന്തിനാണ് ഇങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞൊരു കള്ളത്തരത്തെ ന്യായീകരിക്കാൻ സാർ എന്തിനു വന്ന് ഇങ്ങനെ വന്ന് സാറ് കൂടി ഒരു മോശക്കാരനായിട്ട് മാറേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഒരു സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അതൊരു കുറവ് പറ്റിയാൽ അത് കുറവ് പറ്റിയെന്ന് അഡ്മിറ്റ് ചെയ്യുക. അതിൻ്റെ ബാക്കിയുള്ള കാര്യത്തിലേക്ക് ആ കുറവ് സംഭവിക്കാതിരിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുക. ഇതെല്ലാം ഉണ്ടാവേണ്ട ഒരു ഗവൺമെൻറ് ഭാഗമായി ഉണ്ടാവേണ്ട കാര്യം വസ്തുതാപരമായി. അതുണ്ടാവുന്നില്ല. ഇത്തരം കാര്യത്തിൽ പോലും കള്ളത്തരങ്ങൾ പറഞ്ഞ് നാട്ടുകാരുടെ മുമ്പിൽ മേനി നിളിച്ച് നിൽക്കാൻ പറ്റുമോ എന്നുള്ള നോട്ടം മാത്രമാണ് മുഖ്യമന്ത്രിയും ഗവൺമെന്റും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതാണ് കേരളത്തിൽ കാണുന്ന കാഴ്ച. ശരി, ഞാൻ സലാമിലേക്ക് മടങ്ങി വരാം. ഇവിടെ ഞാൻ എൻ ശ്രീകുമാറിനോട് ഇതിൻ്റെ ഉദ്യോഗസ്ഥ നേതൃത്വത്തിൽ തലപ്പത്ത് വളരെ വലിയ കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നു, അതാണ് നമ്മൾ ചൂണ്ടിക്കാട്ടിയത്. അതുമായി ബന്ധപ്പെട്ട് രണ്ടുപേരും സംസാരിച്ചു കഴിഞ്ഞു. പക്ഷേ അവിടെ കൊണ്ടും മാത്രം പ്രശ്നം തീരുന്നില്ല. ഈ സർക്കാർ വന്നപ്പോൾ ശ്രീകുമാർ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അധികാരത്തിൽ വന്നതിൻ്റെ എല്ലാ ആവേശത്തോടെയും NGO അസോസിയേഷൻ, അതിൽ തന്നെ ഏതൊക്കെ ഗ്രൂപ്പുകളാണെന്നറിയില്ല, ഇവരെല്ലാവരും വ്യാപകമായി ലിസ്റ്റുമായി വന്നു. വ്യാപകമായി സ്ഥലം മാറ്റം ഉണ്ടായി. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസവും പറഞ്ഞു ഇനിയും തയ്യാറെടുത്തിരുന്നോളൂ, ഇനിയും സ്ഥലം മാറ്റങ്ങളുണ്ട് എന്ന് പറയുന്നു. ആ രാഷ്ട്രീയ ആഹ്ലാദമൊക്കെ മനസ്സിലാവും. പക്ഷേ പ്രശ്നം ഇതുപോലൊരു സാഹചര്യത്തിൽ റവന്യൂ വകുപ്പിൽ വില്ലേജ് ഓഫീസർമാർ, ഓരോ പ്രദേശവും മനസ്സിലാക്കുന്ന വില്ലേജ് ഓഫീസർമാർ, റവന്യൂ ഉദ്യോഗസ്ഥർ, ഇവരെയെല്ലാം എടുത്ത് തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റി അടിച്ച് അവസാനം ഇത്തരം പ്രശ്നമുണ്ടായപ്പോൾ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇടപെടാൻ കഴിയുന്ന ആളുകളില്ലാതെ വന്നതും മുമ്പ് താങ്കൾ പറഞ്ഞ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ തീരുമാനങ്ങൾ താഴെത്തട്ടിലേക്ക് എത്തിക്കുന്നതിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും ശരിയായ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കുന്നതിനും അതിനെന്തൊക്കെ വേണം എന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കാനും അതിന് കഴിയും വിധത്തിൽ ജനകീയമായി പൊതുപ്രവർത്തകരെ കൂട്ടിയോജിപ്പിക്കാനും ഒക്കെ കഴിയും വിധത്തിലേക്ക് കഴിയാതെ പോയത് ഈ ജീവനക്കാരുടെ ഇടയിൽ നടത്തിയിട്ടുള്ള സ്ഥലം മാറ്റങ്ങൾ കൂടിയല്ലേ? തലപ്പത്തത് മാത്രമല്ല ഞാൻ ചോദിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം മുൻ റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞിട്ടുണ്ട്. ശ്രീ എൻ ശ്രീകുമാർ, ചുരുക്കം ചില വാചകങ്ങളൊന്ന് കേൾക്കാം. അതിനുശേഷം താങ്കളുടെ മറുപടിയിലേക്ക് അല്ലെങ്കിൽ പറയാനുള്ളതിലേക്ക് വരാം. കേൾക്കാം. ഭരണരംഗത്തെ അശാസ്ത്രീയമായ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സ്ഥലം മാറ്റങ്ങൾ പോലും ചിരപരിചിതരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് നേതൃത്വം നൽകുന്നതിൽ വലിയ പതനമുണ്ടായി എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ജൂൺ മാസത്തിൽ കേരളത്തിന്റെ നിയമസഭയിൽ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട ഒരു അടിയന്തര പ്രമേയത്തിൽ ഈ ഗവൺമെന്റിനോട് സവിനയം അഭ്യർത്ഥിച്ചതാണ് ഓഗസ്റ്റ് മാസം വരെയെങ്കിലും മഴയുടെ ആദ്യ ക്വാർട്ടറിൽ ചിരപരിചിതരായ നാടുമായി ബന്ധമുള്ള അതുമായി ബന്ധപ്പെട്ട് ഇടപെടാൻ പറ്റുന്ന വില്ലേജ് ഓഫീസർമാരെ ബന്ധപ്പെട്ടവരെ ഒരു കാരണവശാലും സ്ഥലം മാറ്റരുത്. രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് ഓഗസ്റ്റ് മാസത്തിന് ശേഷം ആവശ്യമായിട്ടുള്ള ശത്രുതാ നടപടികൾ എടുക്കണമെങ്കിൽ എടുക്കാം, വിരോധമൊന്നുമില്ല. ആദ്യത്തെ ദിവസം തന്നെ മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി പറഞ്ഞത് വൈദ്യുത മന്ത്രി പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ ചില മാറ്റങ്ങളൊക്കെ നടത്തിക്കോട്ടെ. പക്ഷെ ഈ കീ പോയിന്റിലിരുന്ന് ഞാൻ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത്. ഒരു മാസത്തിനിടെ 13 വില്ലേജ് ഓഫീസർമാരടക്കം 117 പേരെയാണ് സ്ഥലം മാറ്റിയത്. കോട്ടയത്ത് അതിനേക്കാൾ ഭീകരമാണ്, 161 പേരെ സ്ഥലം മാറ്റി. ചെങ്ങന്നൂർ ഉൾപ്പെടെയുള്ള ആലപ്പുഴ 207 റവന്യൂ ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റി.
ഇതാണ് എൻ ശ്രീകുമാർ, എനിക്ക് താങ്കളോട് അടുത്തതായി ചോദിക്കാനുള്ള വളരെ പ്രസക്തമായ ഒരു പ്രശ്നമല്ലേ അദ്ദേഹം ഉന്നയിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ജൂൺ മാസത്തിൽ നിയമസഭയ്ക്കുള്ളിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമ്പോൾ ഈ മഴയുടെ ആദ്യ ക്വാർട്ടറിൽ, അതാണ് ശ്രദ്ധിക്കേണ്ടത്, ഓഗസ്റ്റ് കഴിയട്ടെ, അത് കഴിഞ്ഞ് നിങ്ങളാവും പോലെ ചെയ്തോളൂ, റവന്യൂ വകുപ്പിൽ ഇങ്ങനെ ചെയ്യരുത്, വില്ലേജ് ഓഫീസർമാരെ ഇങ്ങനെ തലങ്ങും വിലങ്ങും എടുത്ത് അടിക്കരുത്, സ്ഥലം മാറ്റരുത്, ദോഷം ചെയ്യും, ചിരപരിചിതരായ ആളുകളുടെ അഭാവം, അത് ഒരു പ്രശ്നം തന്നെയായി മാറിയില്ലേ? വിലയിരുത്തണ്ടേ സർക്കാർ? നോക്കൂ ശ്രീ ശരത്തെ, ശ്രീ രാജൻ്റെ ഈ പ്രസ്താവന ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച ചെയ്തിട്ട് അതൊരു തെറ്റായ വ്യാഖ്യാനമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചെങ്ങന്നൂർ വില്ലേജ് ഓഫീസറെ പത്തനംതിട്ട വില്ലേജിലേക്ക് മാറ്റിയാൽ ചെങ്ങന്നൂർ വില്ലേജ് ഓഫീസറും പത്തനംതിട്ട വില്ലേജ് ഓഫീസറും ഇതൊക്കെ കൈകാര്യം ചെയ്ത് പരിചയമുള്ളവരാണ്. അപ്പോൾ അത് തെറ്റായ ഒരു നിരീക്ഷണമായിരുന്നു ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അത് ശ്രീ രാജൻ എന്തോ ഒരു രാഷ്ട്രീയമായ ഒരു അഭിപ്രായം പറയുമ്പോൾ അദ്ദേഹം വേണ്ടത്ര ശ്രദ്ധിക്കാതെ പറഞ്ഞതാണെന്നൊരു ചിന്ത എനിക്കറിയാം. ഇപ്പൊ പത്തനംതിട്ടയിൽ 117 റവന്യൂ ഉദ്യോഗസ്ഥർ, വില്ലേജ് ഓഫീസർ അടക്കം, ആലപ്പുഴയിൽ കൂട്ടത്തോടെ 270 പേരെ, കോട്ടയത്ത് 161 പേരെ. അപ്പോൾ താളം തെറ്റുന്നത് ആ പ്രദേശങ്ങളാണ്, കഷ്ടപ്പെടുന്നത് ജനങ്ങളാണ്. ഈ ക്യാമ്പിൽ നിന്ന് ഇത്രയധികം പരാതികൾ ഉയരാൻ അതല്ലേ കാരണം. ഇപ്പം നോക്കൂ, 2018 10 ലക്ഷത്തിലധികം ആളുകൾ, ഞാൻ വേഗത്തിൽ നിന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയതാണ്, 3000-ൽ പരം ക്യാമ്പുകൾ, കേരളം മുഴുവൻ ക്യാമ്പിലാകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതിനെ എങ്ങനെയാണ് കേരളം കൈകാര്യം ചെയ്ത്, നമ്മുടെ ഉദ്യോഗസ്ഥ സംവിധാനം അതിനെ ഏറ്റെടുത്തത്? നമ്മളത് മനസ്സിലാക്കണ്ടേ? അപ്പോൾ ഇതിലുണ്ടായ പാളിച്ച മനസ്സിലാക്കി തിരുത്തണ്ടേ ഒരു സർക്കാർ? നോക്കൂ, ഒന്നാമത്തെ കാര്യം, ഈ 10 വർഷത്തെ താരതമ്യവും 2 മാസത്തെ താരതമ്യവും ഒരിക്കലും ഞാൻ ചെയ്യില്ല. അത് ഞാൻ 2 മാസം എന്ന് പറഞ്ഞാലും 2 മാസം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോ എന്ന് തിരിച്ച് നിങ്ങളും പറയാം. അതുകൊണ്ട് അതിലൊരു പെശകുണ്ട്, ഞാൻ പറഞ്ഞ കാരണം 10 വർഷവും 2 വർഷവും 2 മാസമായിട്ട് താരതമ്യം ചെയ്തതല്ല. 2018 ആ പ്രളയം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു ആദ്യ അനുഭവമായിരുന്നു. എത്ര തലമുറകൾക്ക് മുമ്പാണ് ഇതിനു മുമ്പൊരു വെള്ളപ്പൊക്കമുണ്ടായി, ഇത് മഹാപ്രളയമുണ്ടായത്. അപ്പോൾ ആ സർക്കാരിന് അങ്ങനെ പോലും ഒരു താരതമ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ കൂടി നമ്മൾ കാണണം. അല്ലെന്നേ, 2018 പ്രളയമൊക്കെ നമ്മൾ കണ്ടതാണ്, ചർച്ച ചെയ്തതാണ്. ആ പ്രളയത്തിൻ്റെ പേരിൽ വിദേശയാത്ര നടത്തിയിട്ട് ഒരു റൂം ഫോർ റിവർ എന്നാണ് മറ്റേ ഡച്ച് മോഡൽ റൂം ഫോർ റിവർ എന്ന ഒരു പദ്ധതി കൊണ്ടുവന്നിട്ട് ആ പദ്ധതിക്ക് എവിടെയെന്നൊക്കെ എനിക്ക് ചോദിക്കാൻ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കുന്നില്ല, കാരണം എന്താ വെച്ചാൽ ഞാൻ തനി രാഷ്ട്രീയക്കാരനല്ല. ശ്രീ എച്ച് സലാം പറഞ്ഞ പോലെ ഞാൻ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നതല്ല, കോൺഗ്രസിന് വേണ്ടി പറയുന്നൊരു പത്രപ്രവർത്തനമാണ്, അല്ലാണ്ട് രാഷ്ട്രീയക്കാരനല്ല. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് വരുന്നില്ല. ഇവിടെ ഞാൻ ശരത്തിൻ്റെ ചോദ്യം വളരെ പ്രസക്തമായതുകൊണ്ടാണ് ഞാൻ അതിൽ ഊന്നി നിൽക്കുന്നത്. അതായത് വില്ലേജ് ഓഫീസർമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ അതിലൊരു കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാ വില്ലേജ് ഓഫീസർമാരും ഇത് പരിചയമുള്ളവരാണ്. നേരെ മറിച്ച് ജൂനിയർമാരായ ആളുകളെ സീനിയറായ ഇപ്പോൾ ചില പ്രത്യേക സ്ഥലങ്ങളിൽ, ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലും അതുപോലെ കുട്ടനാട് ഭാഗത്തൊക്കെയാണ് കൂടുതലായിട്ട് പ്രശ്നങ്ങളുള്ളതെങ്കിൽ അവിടെ എന്തൊക്കെ മാറ്റം, ഇങ്ങനെ ജൂനിയേഴ്സിനെ പുതിയ PSC നിയമനം വഴി അതൊക്കെ ആണെങ്കിലേ ചർച്ചയുള്ളൂ. ശ്രീ രാജൻ പറഞ്ഞാൽ യാതൊരു അർത്ഥമില്ലാത്തതാണെന്ന് അത് ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ. അത് മാത്രമല്ല, നമുക്ക് ചിന്തിച്ചറിയാമല്ലോ. കാരണം A എന്നയാളും B എന്നയാളും ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം മാറ്റപ്പെടുമ്പോൾ A ഉണ്ടായിരുന്ന സ്ഥാനത്ത് B വന്നത് ശരിയായില്ല എന്ന് പറയുന്നത് ഒരു യുക്തിയില്ലാത്തതാണ്. ശരി, ആയിക്കോട്ടെ. ഞാൻ ഇവർ രണ്ടുപേരും പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളുമായിരുന്ന വ്യക്തികളാണ്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഇപ്പോൾ ഞാൻ രാജു അബ്രാമിലേക്ക് വരുന്നതിന് മുമ്പ് സലാം, ഇതിൽ താങ്കളുടെ ഒരു അഭിപ്രായം കൂടി അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ. അതായത് ഇപ്പോൾ വില്ലേജ് ഓഫീസർമാരെ ഇപ്പോൾ ചെങ്ങന്നൂർ ഇരിക്കുന്ന ഒരാളെ പത്തനംതിട്ടയ്ക്ക് മാറ്റിയാൽ എന്താണ് പ്രശ്നം എന്ന് ലളിതമായി ചോദിക്കാം. പക്ഷേ മുൻ റവന്യൂ മന്ത്രി പറഞ്ഞത് പ്രദേശത്ത് ചിരപരിചിതരായ ആളുകളെ ഇതുപോലൊരു മഴയുടെ എല്ലാ ആപത്തും നിൽക്കുന്ന കാലത്ത് ഓഗസ്റ്റ് വരെ മാറ്റരുത് എന്ന് നിയമസഭയ്ക്കകത്ത് മുൻ റവന്യൂ മന്ത്രി ഈ സർക്കാരിനോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ, അടിയന്തര പ്രമേയത്തിൽ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഗൗരവമുള്ള വിഷയമാണ്. ഇപ്പോൾ പ്രദേശങ്ങളിൽ വില്ലേജ് ഓഫീസർമാർ മാറുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ ഇപ്പോൾ അമ്പലപ്പുഴയിൽ ഇരിക്കുന്നൊരു വില്ലേജ് ഓഫീസർ ഏതായാലും പുതിയ സർക്കാർ വന്ന് എടുത്തു മാറ്റുന്ന പുറക്കാട്ടേക്കായിരിക്കില്ലല്ലോ, അല്ലെങ്കിൽ പുറക്കാട്ടിരിക്കുന്നൊരു വില്ലേജ് ഓഫീസറെ എടുത്ത് പുന്നപ്രയ്ക്കായിരിക്കില്ലല്ലോ അടിക്കുക. എൻ ശ്രീകുമാർ പറഞ്ഞ പോലെ ലളിതമാണോ ഈ കൂട്ടസ്ഥലം മാറ്റം വരുത്തിയ ബുദ്ധിമുട്ടുകൾ, പ്രതിബന്ധങ്ങൾ? ശ്രീകുമാർ വളരെ ലളിതമായിട്ടാണ് രാജൻ പറഞ്ഞൊരു കാര്യത്തെ ഒരു പോസിറ്റീവ് സെൻസിൽ കാണാതെയും മനസ്സിലാക്കാതെ അദ്ദേഹം പറയാൻ. ഇപ്പോൾ ഞാൻ അമ്പലപ്പുഴയാണ്, എൻ്റെ അമ്പലപ്പുഴ കിഴക്കൻ ഭാഗം മുഴുവൻ കാർഷിക മേഖലയാണ്. ശരത്തിനും അറിയാം. കുട്ടനാട് പൂർണ്ണമായിട്ടും കാർഷിക മേഖല എന്ന് മാത്രമല്ല സമുദ്രനിരപ്പിനേക്കാൾ താഴെയുള്ള സ്ഥലമാണ്. വേമ്പനാട് കായൽ, പമ്പിയാറിൻ്റെ കൈവഴികൾ, പൂക്കേതിയാറ്. അപ്പോൾ ഒരു കുട്ടനാട്ടിലെ 12 പഞ്ചായത്തുണ്ട്. അവിടുത്തെ വില്ലേജുകളിലെ വില്ലേജ് ഓഫീസർമാർ പ്രവർത്തിക്കുന്ന അവർക്കൊണ്ടൊരു പ്രാദേശിക പരിചയം, ഇതുപോലെ പ്രളയം പോലെ തന്നെ ജലം ഇങ്ങനെ ഉയർന്നു വന്നു കഴിഞ്ഞാൽ
ആറിൻ്റെ സ്വഭാവം, അതിൻ്റെ അക്കരെയുള്ള ആൾക്കാരെ ഇക്കരെ എത്തിക്കാനുള്ള ഒരു പ്രാക്ടിക്കലായിട്ട് വഴികൾ, ഇങ്ങനെയെല്ലാമുള്ള സംഗതികൾ അറിയണമെങ്കിൽ പാലക്കാട് ജോലി ചെയ്ത ആൾ, അല്ലെങ്കിൽ പ്രിയപ്പെട്ട രാജു അബ്രഹാമിൻ്റെ പത്തനംതിട്ട അല്ലെ തിരുവല്ല ആ ഭാഗത്ത് ജോലി ചെയ്ത ആൾ കുട്ടനാട്ട് വന്നിരുന്നാൽ സാറി പറയുന്ന പോലെ ഒരാൾ അങ്ങോട്ട് വെച്ചു, അയാൾ റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ, ഇദ്ദേഹം റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ എന്ന് ലളിതമാക്കരുത് ഈ കാര്യം. പ്രായോഗികമായ കാര്യത്തിൽ ഇപ്പോൾ വളരെ സ്പീഡ്ലി ആയിട്ട് ഒരു ദ്വീപ് പ്രദേശത്തു നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കണമെങ്കിൽ ആ ഭൂപ്രദേശത്തെയും അവിടുത്തെ പുഴയുടെയും അതിൻ്റെ സ്വഭാവത്തെയും, അതിൻ്റെ വെള്ളം ഇത്രമാത്രം ഉയർന്നാൽ അതിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കുന്നത് അറിയാവുന്ന ഒരു ഓഫീസർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായി ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ അപകടത്തിൽപ്പെടും. അതുകൊണ്ടാണ് സംഭവിക്കുന്ന കാര്യം. ആ കാര്യത്തെയെല്ലാം ഇത്ര തിടുക്കപ്പെട്ട് അദ്ദേഹം ന്യായീകരിക്കുന്നതിൻ്റെ കാര്യം എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന് പ്രളയത്തിൽ മനുഷ്യന്മാർ മുങ്ങി താഴ്ന്നു പോയാലും കുഴപ്പമില്ല, UDFൻ്റെ ഗവൺമെൻറ് അവരുടെ സ്ഥലം മാറ്റത്തെ ന്യായീകരിക്കലാണ് നല്ലത് എന്ന് ഒരിക്കലും ശ്രീകുമാർ സാറിനെ പോലെ ഇത്തിരി മുതിർന്ന മാധ്യമ പ്രവർത്തകന് തോന്നാൻ പാടില്ലാത്ത കാര്യമാണ്. പക്ഷെ അത് തോന്നി, അദ്ദേഹം അങ്ങനെ പറയുകയും ചെയ്തു. അതിനെക്കുറിച്ച് നമ്മളെന്ത് പറയാനാണ് എന്ന് മാത്രമേ ഉള്ളൂ. സതീശനെ ഓർത്ത് സഹതപിക്കുന്ന പോലെ ഒരു ഭാവം നമുക്ക് പ്രകടിപ്പിക്കാമെന്ന് മാത്രമേ ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ. ഞാൻ വരാം, താങ്കളിലേക്ക് വരാം. പറഞ്ഞതിനെ കുറിച്ച് ഇപ്പോൾ രാജു എബ്രഹാം കൂടി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജു എബ്രഹാം, ഞങ്ങൾ ഇത്രയും നേരം സംസാരിച്ചു വന്നത്, അതായത് ഇന്ന് ഞങ്ങൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത കൊടുത്തിരുന്നു. സംസ്ഥാനത്തൊരു മുഴുവൻ സമയ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇല്ല, അധിക ചുമതലയിലാണ് റവന്യൂ വകുപ്പിന് അത് പോരാ, ഈ കാര്യങ്ങളെയൊക്കെ ഏകോപിപ്പിക്കേണ്ട വകുപ്പാണ്, അതുപോലെ തന്നെ ഒരു റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ടാവേണ്ടതുണ്ട്. നന്നായി അറിയുന്നയാളാണല്ലോ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് താങ്കൾ. അതുപോലെ ദുരന്ത നിവാരണ വകുപ്പിൽ സ്പെഷ്യൽ സെക്രട്ടറിയെ നിയമിച്ചത് ഓഗസ്റ്റ് 4-നാണ്. ഈ അതിതീവ്ര മഴ പെയ്തത് 1-2 തീയതികളിലാണ്. കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് വന്നത് ജൂലൈ മാസം 31 വൈകിട്ട് 3-നാണ്. സ്പെഷ്യൽ സെക്രട്ടറി വരുന്നത് ഓഗസ്റ്റ് 4-ന്. മഴയും കഴിഞ്ഞിട്ടാണ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ വരവ്. അതുപോലെ 6 ജില്ലകളിൽ ഡെപ്യൂട്ടി കളക്ടർമാരില്ല. ഈ ജില്ലകളിലെ ദുരന്ത നിവാരണ സംവിധാനങ്ങളെ ഏകോപിപ്പിക്കുന്ന ചുമതല വരുന്നത് ഡെപ്യൂട്ടി കളക്ടർമാരിലേക്കാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതൊരു ഭാഗം. രണ്ടാമത്തെ ഭാഗം, അതുപോലെ തന്നെ താഴോട്ട് ജീവനക്കാരുടെ സ്ഥലം മാറ്റം, അതിൽ തന്നെയും റവന്യൂ വകുപ്പിൽ ചെയ്തതുണ്ടാക്കിയ അപാകതകൾ ഈ ഏകോപന പ്രവർത്തനങ്ങളെ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിച്ചോ? കെ രാജൻ, മുൻ റവന്യൂ മന്ത്രി, ഇന്നലെ പറഞ്ഞത് പത്തനംതിട്ട ജില്ലയിൽ നോക്കിയാൽ 13 വില്ലേജ് ഓഫീസർമാരെയാണ് സ്ഥലം മാറ്റിയത്. അവരെ എടുത്ത് ഏറ്റവും അടുപ്പത്തിൽ പത്തനംതിട്ടയിലെ ഏതെങ്കിലും തൊട്ടടുത്ത വില്ലേജിലേക്കായിരിക്കത്തില്ല മാറ്റിയിരിക്കുന്നതെന്ന് സാമാന്യേന നമുക്ക് ഊഹിക്കാം. ഭരണം മാറ്റത്തിൻ്റെ ഭാഗമായി വരുന്നതാണല്ലോ. അതുപോലെ ആകെ 117 റവന്യൂ ജീവനക്കാരെയും സ്ഥലം മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി എന്നുള്ള ഇക്കാര്യങ്ങളൊക്കെ അവിടെ ശ്രദ്ധയിലും വന്നിട്ടുണ്ടാകാം. ഈ പ്രശ്നങ്ങളൊക്കെ പത്തനംതിട്ടയിൽ പ്രളയകാലത്തേതുപോലെയുള്ള വളരെ ഗുരുതരമായൊരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ഈ അവസ്ഥയിൽ എത്തിക്കുന്നതിന് ഇത്തരം കാര്യങ്ങൾ ശല്യം ചെയ്തിട്ടുണ്ടോ, ദോഷകരമായി ബാധിച്ചിട്ടുണ്ടോ? പത്തനംതിട്ട ജില്ലയിൽ മാത്രമല്ല, കേരളത്തിൽ ഉടനീളം വൈരാഗ്യപൂർണമായ, തികച്ചും രാഷ്ട്രീയ വിദ്വേഷം വെച്ച് പുലർത്തുന്ന സ്ഥലമാറ്റങ്ങളാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ഒരു സ്ഥലമാറ്റം അടുത്ത സന്ദർഭത്തിൽ എവിടെയും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല. സാധാരണഗതി നമുക്കറിയാം, LDF ഗവൺമെൻറ് വന്നു. ആ LDF ഗവൺമെൻറ് വന്നപ്പോൾ നോംസാണ് കൊണ്ടുവന്നത്. അപ്പോൾ NGO അസോസിയേഷൻ ആണെങ്കിലും NGO യൂണിയൻ ആണെങ്കിലും ജോയിൻറ്റ് കൗൺസിൽ ആണെങ്കിലും ആ നോംസിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലമാറ്റം ഉണ്ടായത്. അതുകൊണ്ട് എന്താ, പല രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾ ഇത്തരം മർമ്മപ്രധാനമായ സ്ഥലങ്ങളിലിരുന്ന് വളരെ കൃത്യനിഷ്ഠയോടെ, വളരെ അച്ചടക്കത്തോടെ, പരാതിക്കിടവരാത്ത രൂപത്തിൽ ക്രൈസിസിനെ മാനേജ് ചെയ്തു. അപ്പോൾ ക്രൈസിസ് മാനേജ്മെൻറ്റ് സംവിധാനം പൊളിഞ്ഞു. അതാണ് ഇന്ന് വ്യാപകമായ പരാതി ഉണ്ടായിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ ചർച്ചയിൽ വരാൻ വൈകിയത് തന്നെ ഞാൻ തിരുവല്ലയിലെ വിവിധ ക്യാമ്പുകളിലായിരുന്നു. കാരണം അവിടെ നല്ല ആളുകൾ വിളിക്കുകയാണ്. ഞാൻ ഏറ്റവും ഒടുവിൽ ഇന്ന് എനിക്ക് തോന്നുന്നു തിരുവല്ലയിൽ മാത്രം 5000-ലധികം ആളുകൾ ക്യാമ്പുകളിലുണ്ട്. സ്റ്റേറ്റിൽ എത്രയോ ആളുകൾ ക്യാമ്പിൽ, കാരണം ആ ഭൂപ്രദേശം മുഴുവൻ വെള്ളത്തിലാണ്. അപ്പർ കുട്ടനാട്, അതിനപ്പുറം ആലപ്പുഴ ജില്ലയുടെ ഭാഗങ്ങളിൽ അതിൻ്റെ ബാക്കിയാണ്. കുട്ടനാടിൻ്റെ കാര്യം പറയുകയും വേണ്ട. ഇന്നലെ അവിടുത്തെ MLA റജി ചെറിയാൻ എന്നോടൊപ്പം ഒരു ചർച്ചയ്ക്ക് ഉണ്ടായിരുന്നു. അവിടെ വളരെ അപൂർവ സ്ഥലങ്ങളിലെ ആളുകൾക്ക് ബാക്കി മുഴുവൻ വെള്ളത്തിലാണ്. അപ്പം അങ്ങനെയുള്ളൊരു പ്രതിസന്ധിയിൽ ഇതിലപ്പുറമുള്ള വെള്ളപ്പൊക്കം വന്നിട്ട് നമ്മളെങ്ങനെ അതിനെ അതിജീവിച്ചു? അവിടെയാണ് ഇപ്പോൾ എച്ച്സലാം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ പ്രസക്തി വരുന്ന. അവിടെയാണ് പ്രദേശം അറിയണം.
ഇപ്പം ഞങ്ങൾ 2018 വെള്ളപ്പൊക്കത്തിൽ ആദ്യം ചെയ്ത നടപടി, ഞങ്ങൾക്കൊരു ജില്ലാ കളക്ടർ ഉണ്ടായിരുന്നു, പുതിയതായിട്ട് വന്ന ആളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, മുമ്പ് ഉണ്ടായിരുന്ന ജില്ലാ കളക്ടറെ തിരുവനന്തപുരത്ത് നിന്ന് ഒറ്റ മണിക്കൂറുകൾക്കുള്ളിൽ പത്തനംതിട്ട എത്തിച്ചു. ശരിക്കും 2 ഉദ്യോഗസ്ഥന്മാരാണ് തലപ്പത്ത് നിന്ന് കാര്യങ്ങൾ നിയന്ത്രിച്ചത്, അതിന് താഴെയുള്ള ഡെപ്യൂട്ടി കളക്ടർമാർ. അപ്പോൾ അങ്ങനെയുള്ളൊരു ആ സംവിധാനം നോക്കുമ്പോൾ വളരെ പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥന്മാർ, അവർക്ക് ആദ്യമായി അവർ ചെയ്യുകയാണ്. കാരണം 2018 മുമ്പ് ഒരു വെള്ളപ്പൊക്കം ഇല്ല, 2003 2009 2018 വളരെ താഴെയുള്ള ഒരു വെള്ളപ്പൊക്കം വന്നിട്ടുള്ളത്. പിന്നെ 100 വർഷത്തിനപ്പുറം 24 വെള്ളപ്പൊക്കമാണ് അതിനു മുമ്പ് വന്നിട്ടുള്ളത്. അപ്പം ആദ്യമായി ചെയ്യുന്നൊരു കാര്യമാണെങ്കിൽ പോലും കുറ്റമറ്റ രൂപത്തിൽ അവർക്കത് നിർവഹിക്കാൻ കഴിഞ്ഞത് ആ ഭൂപ്രദേശത്തോടുള്ള പരിചയവും അവർക്കുള്ള ആ ആത്മാർത്ഥതയും എല്ലാം വെച്ചുകൊണ്ടാണ്. അതിനകത്ത് ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇപ്പം ഞാൻ 1 മാസം മുമ്പ് CPM ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയതാണ്. നിങ്ങൾ വില്ലേജ് ഓഫീസർമാരെ നിയമിക്കണം. വില്ലേജ് ഓഫീസിൽ പല വില്ലേജ് ഓഫീസിലും വില്ലേജ് ഓഫീസർമാരില്ല, അവരെല്ലാം മാറ്റി. പകരം ആളിനെ വെച്ചില്ല. അപ്പം ഇത്തരം ഒരു ഘട്ടത്തിൽ ഇത് മാറ്റാമോ? അവിടെയാണ് മുൻ റവന്യൂ മന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രസക്തി വരുന്നത്. നിങ്ങൾ ഓഗസ്റ്റിന് ശേഷം മാറ്റൂ. കാരണം വില്ലേജ് ഓഫീസർമാർ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. ഞാൻ അയിരൂർ പഞ്ചായത്തിലെ ഒരു പ്രദേശം, അവർ ക്യാമ്പിൽ പോകുന്നില്ല. കാരണം ഇന്ന് വെള്ളപ്പൊക്കം നേരിടുന്നതിൽ പകുതി ആളുകൾ പോലും ക്യാമ്പിൽ പോയിട്ടില്ല. കാരണം ക്യാമ്പിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല. 319 പേരുള്ള ഒരു ക്യാമ്പിൽ ആകെയുള്ളത് 2 ടോയ്ലറ്റാണ്. 2 ടോയ്ലറ്റ് എന്ന് വെച്ചാൽ ഒരു ടോയ്ലറ്റ് 155 ആളുകൾക്ക് ഉപയോഗിക്കണം ശരാശരി. അപ്പോൾ എങ്ങനെ നമുക്ക് അവിടെ സർവേ ചെയ്യാൻ പറ്റും? ആളുകൾ ഭയപ്പെടുകയാണ് ക്യാമ്പിൽ പോകാൻ. അവിടുത്തെ സൗകര്യങ്ങൾ, അവർക്ക് വലിയ AC സൗകര്യങ്ങളോ അല്ലെങ്കിൽ വലിയ പട്ടുമത്തയോ ഒന്നും വേണമെന്നില്ല. അവർക്ക് പ്രാഥമികമായ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങളാണ് വേണ്ടത്. 10% ക്യാമ്പ് സ്ഥലങ്ങളിൽ മാത്രമേ ആ സൗകര്യങ്ങളുള്ളൂ. അപ്പോൾ എന്ത് വേണം? മിനിറ്റ് വെച്ച് നമുക്ക് ബയോ ടോയ്ലറ്റ് ഉണ്ടായിട്ടുണ്ടല്ലോ ഇവിടെ. ഇന്ന് ഞാൻ ഇത് സംബന്ധിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പണായിട്ട് ഇറക്കിയതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഒരുപക്ഷെ ഞാൻ പറഞ്ഞതുകൊണ്ടല്ല, ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞതുകൊണ്ടാവാം, അല്ലെ കോൺഗ്രസ് പാർട്ടി പറഞ്ഞതുകൊണ്ടാവാം, നല്ല കാര്യം, ബയോ ടോയ്ലറ്റ് നൽകുമെന്ന് പറഞ്ഞു. ഞാനിപ്പം കടന്നു വരുന്ന തിരുവല്ലയിലാണ്. തിരുവല്ലയിലെ ഒരു സ്ഥലത്ത് MGM 550-ലധികം ആളുകളാണ് ഒരു സ്കൂളിലുള്ളത്. ഒരു ബയോ ടോയ്ലറ്റ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നീതീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യങ്ങളല്ല. അപ്പോൾ ഇതിൻ്റെ പർച്ചേസ് അല്ലെങ്കിൽ ഇതെവിടേക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, അവിടെ സ്റ്റോക്കുണ്ടോ? ശബരിമലയിൽ നമ്മൾ ബയോ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതാണ്. അവിടെ വച്ചിരിക്കുന്ന സാധനം എങ്ങനെ പെട്ടെന്ന് ഇത് വിന്യസിക്കാൻ പറ്റും? ഇതെല്ലാം മിനിറ്റുകൾക്കുള്ളിൽ വിന്യസിക്കേണ്ട കാര്യമാണ്. ഇതൊന്നും രാഷ്ട്രീയമല്ല. ഇത് ആളുകളുടെ ആ വലിയ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള കേവലം എളിയ നിർദ്ദേശങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ക്യാമ്പിൽ പോകാത്ത ആളുകൾ, അപ്പം മുൻകാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് ചെയ്തത്? 5-ൽ കൂടുതൽ ആളുകൾ എവിടെയെല്ലാം തങ്ങുന്നുണ്ടോ, താമസിക്കുന്നുണ്ടോ, അവർക്ക് ഒരു പ്രോജക്റ്റിൻ്റെ പേര് ക്രൈവൺ പ്രോജക്റ്റ്, അങ്ങനെയാണ് ആ പ്രോജക്റ്റിൻ്റെ പേരെന്ന് തോന്നുന്നു, അവരെ ഔദ്യോഗിക ക്യാമ്പായിട്ട് അംഗീകരിക്കും. അങ്ങനെയാണത് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ തിരുവല്ലയിലെത്തിയപ്പോൾ ഇക്കാര്യം അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഇത് ചെയ്തുകൂടെ എന്ന് ജില്ലാ കളക്ടറോട് അദ്ദേഹം ചോദിച്ചു എന്നാണ് അറിയുന്നത്. പ്രശ്നം എവിടെയാണ്? പ്രശ്നം വാക്കാൽ പറഞ്ഞാൽ അവർ മനസ്സോടുകൂടി ചെയ്യത്തില്ല. കാരണം ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഇറങ്ങിയില്ലെങ്കിൽ അതിന് പിന്നീട് ഓഡിറ്റ് ഒബ്ജക്ഷൻ വരും. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ മാറി നിൽക്കുകയാണ്. ഇതെല്ലാം ജില്ലാ കളക്ടർമാരുടെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പ്രസ്താവിച്ചിട്ടുള്ളത്. പ്രസ്താവനയെ നമ്മൾ സ്വാഗതം ചെയ്തു. പക്ഷേ ജില്ലാ കളക്ടർമാരുടെ തലയിൽ വെച്ച് മാറാൻ പറ്റുമോ? കേരളത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റി മിനിറ്റ് വെച്ച്, സെക്കൻഡ് വെച്ച് ചിലപ്പോൾ നിർദ്ദേശങ്ങൾ ഉത്തരവുകൾ ഇറക്കേണ്ടി വരും, സർക്കുലർ ഇറക്കേണ്ടി വരും, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ വെട്ടിലാവും. കാരണം ഇത് വിട്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ മുടക്കുന്ന പണം അവർ മുടക്കേണ്ടി വരും. അപ്പം ഞാൻ ഇത് ചിലയിടത്ത് അരിയുണ്ട്, പച്ചക്കറിയുണ്ട്, പലവ്യഞ്ജനയില്ല. ഇപ്പം ഇന്ന് ചെന്നിടത്ത് കുറേയിടത്ത് ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. നല്ല കാര്യം. 5-ാം ദിവസമാണ്. 1-ാം ദിവസം തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ 1-ാം ദിവസം ചെയ്യാൻ പറ്റിയില്ല, 2-ാം ദിവസം ഇത് ചെയ്യണ്ടേ? ആളുകൾ നരകയാതന അനുഭവിക്കുകയല്ലേ?
അതുകൊണ്ട് എന്താ, ഭക്ഷണം ഇല്ലാത്ത ക്യാമ്പുകളിൽ ഇന്ന് ഞങ്ങൾ ചെന്നു, ഭക്ഷണം കിട്ടിയിട്ടില്ല. അപ്പോൾ അവർ മോശപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിട്ടില്ല, അവരാ പരാതി പറയുകയാണ്, ഭക്ഷണമെങ്കിലും മിനിമം കൊടുക്കണ്ടേ. അപ്പോൾ അതിന് ക്യാമ്പുകളിൽ വരുന്ന ഭക്ഷണമല്ല, നമ്മൾ അഡ്വാൻസ് ആയിട്ട് തന്നെ ആളുകൾക്ക് അത് പർച്ചേസ് ചെയ്യാനുള്ള സംവിധാനം വേണം. 2, ജില്ലാ കളക്ടർമാർക്ക് കൊടുത്തിരിക്കുന്ന ഫണ്ട് ഏതൊക്കെ കാര്യത്തിന് വിനിയോഗിക്കാം. വാക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, ആ വാക്ക് പറഞ്ഞതുകൊണ്ടാണ് ഇവർ മടിച്ചു നിൽക്കുന്നത്, പലരും മടിച്ചു നിൽക്കുകയാണ്. എന്നാലും ചെയ്യുന്നുണ്ട്, ജില്ലാ കളക്ടർമാരൊക്കെ അത് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്റ്റേറ്റിലുടനീളം. പക്ഷേ അത് പോരാ, അവർക്ക് സ്റ്റാൻഡിങ് ഒരു വിശ്വാസം വേണം, അതുകൊണ്ടാണ്. അപ്പോൾ ആ നിലയിൽ നമുക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇത്തരം കാര്യങ്ങളെ നേരിട്ടിട്ടുള്ള, ഈ ക്രൈസിസ് മാനേജ് ചെയ്തിട്ടുള്ള ആളുകളെ കൃത്യമായി വിന്യസിച്ച് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. 3 ദിവസം മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഇഷ്ടമുള്ളിടത്ത് പോകാം, ഞങ്ങൾക്കൊരു തടസ്സവുമില്ല, എങ്ങനെ പോകാം, അതിന് തടസ്സമില്ല. പക്ഷേ ഇതുപോലെ വലിയൊരു ക്രൈസിസ് വരുമ്പോൾ മുഖ്യമന്ത്രി ഇതിന് നേരിട്ട് മിനിറ്റ് വെച്ച് ഇടപെടുക, നിർദ്ദേശം കൊടുക്കുക, അതിൻ്റെ സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ഇറക്കുക, ഇതെല്ലാം ചെയ്യണം. അത് ചെയ്യാൻ കഴിയാത്തതിൻ്റെ ഫലമാണ് 5-ാം ദിവസവും ഈ പരിതാപകരമായ അവസ്ഥ ചിലയിടത്ത് ഭേദമായിട്ടുണ്ട്. എല്ലാം പൂർണ്ണമായി ഒന്നും പരാജയമാണെന്ന് ഞാൻ പറയത്തില്ല, കുറേയിടത്ത് ഭേദമായി. പക്ഷേ ഭൂരിപക്ഷം സ്ഥലങ്ങളിലും പരാതികൾ മുഴച്ചു നിൽക്കുകയാണ്. ഇനി 6-ാം ദിവസം അത് മാറ്റണം, ദയവ് ചെയ്ത് മാറ്റണം. ഇന്നിപ്പോൾ റെഡ് അലേർട്ട് വന്നിരിക്കുകയാണ്. വീണ്ടും ഇന്ന് റെഡ് അലേർട്ട് പ്രതികൂലമായി ബാധിച്ചാൽ നിറഞ്ഞു കിടക്കുന്ന പുഴകളും പാടശേഖരങ്ങളും റോഡിലുമാക്കും. നമ്മുടെ അത് ഒരുപക്ഷെ 2018 സമാനമായ നിലയിലേക്ക് വേണമെങ്കിൽ കാര്യങ്ങൾ വരാതിരിക്കട്ടെ എന്നാണ് നമ്മൾ ആശംസിക്കുന്നത്, വരാതിരിക്കട്ടെ. അപ്പോൾ ഇതാണ് പ്രധാനമായും ഗവൺമെൻറ് ശ്രദ്ധ വെക്കേണ്ട കാര്യങ്ങൾ. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഇനിയെങ്കിലും ശ്രദ്ധ വെക്കണം എന്നാണ് ഞങ്ങൾക്ക്. എൻ ശ്രീകുമാർ, വളരെ ദീർഘമായൊരു പൊതുപ്രവർത്തന പരിചയത്തിൽ നിന്ന് ദീർഘകാലം MLA ആയിരുന്ന ഒരാൾ കൂടിയാണ് രാജു എബ്രഹാം. അദ്ദേഹം ആ അനുഭവത്തിൽ നിന്ന് പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ പ്രാധാന്യത്തോടു കൂടി കാണേണ്ടതല്ലേ. അതായത് ഉദ്യോഗസ്ഥ തലപ്പത്ത് എന്തുകൊണ്ട് ആളുകൾ വേണം എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. AP അനിൽകുമാർ മന്ത്രിയായിട്ട് 2-3 മാസമേ ആയിട്ടുള്ളൂ, അതിനു മുമ്പ് അദ്ദേഹം മന്ത്രി ആയിരുന്നില്ല. അപ്പോൾ അങ്ങനെ എടുക്കുന്ന രാഷ്ട്രീയമായി കൊടുക്കുന്ന ഡയറക്ഷൻസ് ഏറ്റെടുത്തുകൊണ്ട് അനുഭവസമ്പന്നരായ ടീമിനെ ഓരോ ഭാഗത്തും അതിൻ്റെ സവിശേഷത മനസ്സിലാക്കി നിയോഗിക്കാനും ഒക്കെ ചലിപ്പിക്കാനും കഴിയണമെങ്കിൽ ഉദ്യോഗസ്ഥ തലപ്പത്ത് ആളുണ്ടാവണം. അതാണ് അതിൻ്റെ ഒന്നാമത്തെ പ്രാധാന്യം. 2, താഴെത്തട്ടിൽ ഈ ചിരപരിചിതരായ വില്ലേജ് ഓഫീസർമാരും സംഘവും റവന്യൂവിൽ ഉണ്ടെങ്കിൽ ക്യാമ്പുകൾ മെച്ചമാകും. ആളുകളെ കുറേ കൂടി അറിയാം, പ്രദേശം കുറേ കൂടി അറിയാം, അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കാൻ കഴിയും, അവർക്കൊപ്പം നിൽക്കാനാകും, ബദൽ സംവിധാനം. അവിടെയാണ് അതിൻ്റെയും പ്രാധാന്യം. ഇപ്പോൾ അതിലൊരു ഒരു സാഹചര്യത്തിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലായി കാണുമെന്ന് പൊതുവിൽ വിചാരിക്കും. താങ്കളോടൊന്നല്ല, പ്രേക്ഷകരോടും കൂടിയാണല്ലോ നമ്മൾ ഈ സംസാരിക്കുന്നത്. അവിടെ രാജു എബ്രഹാം പറഞ്ഞ കാര്യങ്ങൾ, ഗവൺമെൻറ് വാക്കാൽ പറഞ്ഞാൽ പോരാ, ഉത്തരവുകൾ ഉണ്ടാകണം, അതിൻ്റെ പ്രശ്നത്തെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിച്ചു. നോക്കൂ, ഇവിടെ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഇതുപോലൊരു സാഹചര്യത്തിൽ, ഷെയ്ൻ ശ്രീകുമാർ താങ്കൾക്ക് നന്നായിട്ടറിയാം, ഇതുപോലെ പൊതുപ്രവർത്തകരിൽ നിന്ന് ക്യാമ്പുകളിൽ ചെല്ലുമ്പോൾ അവർ പറയുന്നതിൽ നിന്നൊക്കെയാണ് വിവരങ്ങൾ ശേഖരിച്ച് വാർത്തയായി നൽകുന്നത്, അതുപോലെ മുഖ്യമന്ത്രിയോട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി പക്ഷേ അത് കേൾക്കാതെ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ നിരന്തരം ചൂണ്ടിക്കാട്ടി ഒരു ക്യാമ്പിലും പ്രശ്നമില്ല, എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന നിലയ്ക്കൊരു നിലപാടും ഒരു ശൈലിയും സ്വീകരിച്ചത് ഒരു അപാകതയല്ലേ? യഥാർത്ഥത്തിൽ പ്രശ്നം പരിഹരിക്കുന്നതിന് ഒരു തടസ്സമായോ? കുറേ കൂടി ഈ പറഞ്ഞ തരത്തിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി തിരുത്തി പോകേണ്ട 5 ദിവസം കഴിഞ്ഞു, നാളെ 6-ാം ദിനമാണ്. നോക്കൂ ശ്രീ ശരത്തെ, ഞാൻ ഈ ചർച്ചയിൽ കാര്യമായ രാഷ്ട്രീയമൊന്നും കലർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ശ്രീ രാജു എബ്രഹാമിനെ പോലെ നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കൾ എല്ലാവരും ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ വലിയ മാറ്റമൊക്കെ സംഭവിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ ചിന്തിക്കാത്തത് ഒരു വല്ലാത്ത അവസ്ഥയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ പ്രളയം, നമ്മുടെ ഇപ്പോഴത്തെ ഈ പ്രശ്നം, ഈ മഴക്കെടുതി ഉണ്ടായതിൻ്റെ ആദ്യ ദിവസം തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തി പറഞ്ഞ ആദ്യത്തെ ഒരു വിഷയം VD സതീശനെതിരായ പുനർജന്യ വിഷയമാണ്. അത് ഞാനൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, ഈ ക്യാമ്പുകളിലൊക്കെ ഇപ്പോൾ പ്രശ്നങ്ങളുണ്ടാവും, ഇല്ലെന്ന് പറയുന്നില്ല. കാരണം ഞാൻ ഒരു ഉദാഹരണം പറയാം. എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം വിളിച്ച്, ഞാൻ വേറെ കാര്യങ്ങൾ സംസാരിക്കാൻ വിളിച്ചാണ്, ഈ ക്യാമ്പിനെ കുറിച്ച് ഇങ്ങനെ നിരന്തരം ആക്ഷേപം കേട്ടപ്പോൾ. അപ്പോൾ അതിൽ രാവിലെ 7 മണിക്ക് എന്തോ ആഹാരം വന്നില്ല, പ്രാതൽ കിട്ടിയില്ല. അത് 8 മണിക്കാണ് 8:30ക്കാണ് വന്നത്. അപ്പോൾ 7 മണിക്ക് പ്രാതൽ സ്ഥിരമായി കഴിക്കുന്ന ഒരാൾക്ക് അവിടെ ഭക്ഷണം വൈകലുണ്ട്. നേരെ മറിച്ച് 9 മണിക്ക് പ്രാതൽ കഴിക്കുന്ന ഒരാൾക്ക് 8 മണിക്ക് പ്രാതൽ വന്നാൽ പ്രാതൽ നേരത്തെ എത്തിയെന്ന് പറയും. ഇത്രയേ ഉള്ളൂ ആ പ്രശ്നം.
പക്ഷേ അത് ചിലയിടത്തൊക്കെ നമ്മൾ വിചാരിക്കാത്ത രീതിയിലൊക്കെ വരും. കാരണം എന്താ വെച്ചാൽ ഇതൊന്നും മറ്റേ ഒരു വീട്ടിൽ നടക്കുന്ന സലാം സംഭവം ചിരിക്കുന്നുള്ളത് അല്ലാത്തതുകൊണ്ട് കേട്ടിട്ട്. എല്ലാ വിഷയങ്ങളും ഉണ്ട്. സാർ ഇപ്പോ ചങ്ങനാശ്ശേരി അല്ല, ഞാൻ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. 3 മണിയായി അല്ല, അതൊരു സുഹൃത്ത് പറഞ്ഞ നിങ്ങൾ സാറിന്റെ സുഹൃത്തല്ലേ, ഞാൻ പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞത് 3 മണിയായിട്ടും ഭക്ഷണം അല്ല, ഞാൻ പറഞ്ഞ ചോദിച്ചപ്പോഴാണ് MLA മര്യാദയ്ക്ക് പൊക്കോണമെന്ന് പറഞ്ഞു ചങ്ങനാശ്ശേരിയിൽ. അല്ല, ഞാൻ പറയട്ടെ. ശരി, അല്ല, ഞാൻ പറഞ്ഞത് എന്താ, ഞാൻ പറഞ്ഞത് സത്യാവസ്ഥയാണെന്നേ. ശരി, ആയിക്കോട്ടെ. അതായത് 7 മണിക്ക് ആഹാരം കിട്ടേണ്ട ഒരാൾക്ക് അത് 8 മണിക്ക് കിട്ടിയാൽ വൈകലും, 9 മണിക്ക് ആഹാരം കഴിക്കുന്ന ഒരാൾക്ക് അത് 8 മണിക്ക് കിട്ടിയാൽ നേരത്തെയുമാണ്. അത് ഒരു യാഥാർത്ഥ്യമല്ലേ? ഒന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ശ്രീ രാജു എബ്രഹാം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് സാറേ ഈ ക്യാമ്പിൽ കഴിയുന്ന ആളുകളെ ക്യാമ്പിൽ TV വെച്ച് കൊടുത്തിട്ടില്ലെങ്കിലുവേ മൊബൈലിൽ ഇപ്പോൾ ഈ ചർച്ചയെല്ലാം നാട്ടുകാർക്ക് കാണാം. സാറി പറയുന്ന ഈ ക്യാമ്പിലിരിക്കുന്നവർ ഈ മൊബൈലിലൂടെ ഇത് കാണുന്നുണ്ട് സാറെന്ന് വിചാരിക്കണം. ശരി. അല്ല, ഞാൻ പറഞ്ഞത് എന്താണ്, ഞാൻ പറഞ്ഞൊരു തെറ്റുമില്ല. കാരണം ക്യാമ്പ് എന്ന് വെച്ചാൽ 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാമ്പൊന്നും ഇങ്ങനെ നടത്താൻ നമുക്ക് പറ്റില്ല. കഴിയാവുന്നത്ര ഒരു 90-99% പരിഹരിക്കുക. അപ്പോൾ 1% ബാക്കിയുണ്ടാവും. ആ 1% ഒരുപക്ഷെ പ്രതിപക്ഷ താല്പര്യമുള്ളവർ പൊക്കി പിടിക്കുക. അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവമാണെന്ന്. അതൊക്കെ ഞാനതിലൊന്നും ഇത് പറയുന്നില്ല. അത് UDFൻ്റെ LDF ഭരിക്കുമ്പോൾ UDFും പറഞ്ഞിട്ടുണ്ട്. UDF ഭരിക്കുമ്പോൾ LDF പറയും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏതൊരു ക്യാമ്പിലെ ഒരു അമ്മൂമ്മ പറയുന്ന കാര്യം അവസാനം അമ്മൂമ്മ പറഞ്ഞില്ലേ, ഞാനൊരു CPM നേതാവ് പറഞ്ഞിട്ട് എങ്ങനെ പറയുന്നതെന്ന്. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞ രാഷ്ട്രീയമല്ലേ, നമ്മുടെ നാട്ടിലത്തെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു വ്യത്യാസം ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ, നിരാശാബാധിതരായൊരു പ്രതിപക്ഷം ഉണ്ടല്ലോ. ആ പ്രതിപക്ഷം തങ്ങൾ അധികാരത്തിലില്ലെങ്കിൽ പിന്നെ കേരളത്തിൽ വല്ലാത്ത പ്രശ്നമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതെന്തായാലും ജനങ്ങൾക്ക് ഇപ്പം മനസ്സിലായി എന്നാണ് ഞാൻ പറയാൻ കാരണം ശ്രീ രാജു എബ്രഹാം, ഞാൻ ഇടയ്ക്ക് ചോദ്യം വരുമ്പോൾ വിട്ടുമോ, ശ്രീ രാജു എബ്രഹാം ഒരു കാര്യം പറഞ്ഞു, ഇങ്ങനെ ക്യാമ്പിലത്തെ 5ാം ദിവസമായിട്ടാണ് വന്നത്. ഇത് ഒരു വർത്തമാനം എന്താണെന്ന് വെച്ചാൽ, 1ാം ദിവസത്തെ ഒരു ക്യാമ്പ് തുടങ്ങുന്നു. ഒരു സ്കൂളിൽ 1ാം ദിവസം ക്യാമ്പ് തുടങ്ങുന്നു. അതേ അതിൻ്റെ അടുത്ത സ്കൂളിൽ തന്നെ ചിലപ്പം 5ാം ദിവസമായിരിക്കും ഒരു ക്യാമ്പ് തുടങ്ങുക. പക്ഷേ അപ്പോൾ നമ്മളത് 5ാം ദിവസമാണ് അവിടെ പ്രശ്നമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല, അത് അവിടെ ആഹാരം വന്നെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ആ ക്യാമ്പ് അന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഇന്നലെ തന്നെ ഞാനും ശ്രീ രാജു എബ്രഹാം കൂടെ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. അതിൽ നമ്മുടെ കോന്നി MLA ആയ ശ്രീ ജിനീഷ് കുമാറിൻ്റെ ഒരു ആക്ഷേപത്തെക്കുറിച്ച് ചർച്ചയുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് അവിടെ മുഖ്യമന്ത്രി വന്നില്ലെന്നുള്ളതാണ്. അതിന് മുഖ്യമന്ത്രി പത്തനംതിട്ട ജില്ലയിലെ അടൂരും അതുപോലെ തന്നെ വേറെ ഈ കോന്നിയിലും പോയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ അത്രയും ഒരു രൂക്ഷമല്ലാത്തതുകൊണ്ട്. അപ്പോൾ അവിടെ ഞാൻ ഇന്നലെ അന്വേഷിച്ചപ്പോൾ അവിടെ ഒറ്റ ക്യാമ്പേ ഉള്ളൂ. ഇന്നലെ ഉച്ചവരെ ഒറ്റ ക്യാമ്പേ തുറന്നിട്ടുള്ളൂ. അത് തന്നെ ഒരു അന്തേവാസികളുമായി ബന്ധപ്പെട്ട ഒരു സ്കൂളിലത്തെ ഒരു ക്യാമ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്യാമ്പിലെ ഒറ്റ ക്യാമ്പിലേക്ക് വേണ്ടി മുഖ്യമന്ത്രി പോയില്ല എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ട് നമുക്ക് ആരോടും ഉന്നയിക്കാം, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ മൊത്തത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ട്. അതായത് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളെ കുറിച്ചുള്ള നമ്മുടെ പൊതുവായുള്ള ധാരണയിൽ നിന്നും എല്ലായ്പ്പോഴും നമുക്ക് പുറത്തു കിടക്കാൻ പറ്റില്ല. പക്ഷേ സത്യത്തെ സത്യമായിട്ടും അതിലെ തെറ്റിനെ തെറ്റായിട്ടും തന്നെ കാണണം, യാതൊരു സംശയമില്ല. പക്ഷേ ഒരു കാര്യം, ഈ ക്യാമ്പുകളിലേക്ക് പോകുന്ന മനുഷ്യർ ഈ ഇത്തരം വെള്ളപ്പൊക്കം, പ്രളയസമാനമായ സാഹചര്യം അല്ലെങ്കിൽ പ്രളയം, ഇതേ തുടർന്നൊക്കെ ക്യാമ്പുകളിൽ പോകുന്നവർക്ക് മുൻ അനുഭവങ്ങളുമുള്ളവരാണ്. അപ്പോൾ അവർ സ്വാഭാവികമായും അവർക്ക് ഇത്തരം ക്യാമ്പുകളിൽ നിന്ന് കഴിഞ്ഞ വർഷമാകട്ടെ അതിനു മുമ്പിലത്തെ വർഷമാകട്ടെ ചെല്ലുമ്പോൾ കിട്ടിയിരുന്ന സൗകര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് കൂടിയാണ് അവരൊക്കെ മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതുകൂടി നമ്മൾ കാണണം. ഏതായാലും സാർ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കുമരകം പഞ്ചായത്ത് പ്രസിഡൻ്റാണെന്ന് തോന്നുന്നു, UDF പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വാട്സപ്പ് ഓഡിയോ നാട്ടിലെല്ലാവരും ഇതിനോടകം കേട്ടു. ഏതായാലും ചർച്ചയല്ലേ, നമുക്ക് അതുകൂടി ഒരു ശകലം കേട്ടിട്ട് വരാം. വീടുകളിൽ കഴിയാൻ പറ്റുന്നവർ അതായത് വീടുകളിൽ തന്നെ കഴിയുക. ക്യാമ്പിലോട്ട് വന്നാൽ അവിടെ യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ല. എന്നാണ് തന്നെ രാവിലെ വെള്ളമില്ലാതെ കിടന്ന് ഭയങ്കര പരക്കം പാച്ചിലായിരുന്നു. അതുകൊണ്ട് വീടുകളിൽ കഴിയാൻ പറ്റുന്നവർ പരമാവധി വീട്ടിൽ തന്നെ കഴിയാൻ നോക്കുക. ക്യാമ്പിൽ ഉൾക്കൊള്ളാവുന്നതിൻ്റെ അപ്പുറം കഴിഞ്ഞിരിക്കുകയാണ്. ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റ് അവസ്ഥയാണ്. കുമരകം പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. ശ്രീകുമാർ സാറ് പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ ആദ്യം സലാമിലേക്ക് വരാം. ക്യാമ്പും ജനങ്ങളുടെ അനുഭവവും അവർ പങ്കുവെക്കുന്നതും നിങ്ങൾക്ക് ബോധ്യമായ കാര്യങ്ങളും വെച്ച് അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ. പ്രതിപക്ഷത്തിന് ഏതാണ്ട് പ്രതിപക്ഷത്തായിപ്പോയതിൻ്റെ പ്രശ്നമാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിലുള്ളത് എന്നാണ് അദ്ദേഹം രാഷ്ട്രീയമായി നിരീക്ഷിച്ചു വെച്ചതും. അതിലെ ശരത്ത്, ഞാൻ ആദ്യം ആമുഖത്തിൽ ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, സാറിങ്ങനെ ഇത് ന്യായീകരിച്ച് സാറിങ്ങനെ മോശക്കാരനാകേണ്ട കാര്യമുണ്ടോ നാട്ടുകാർ മുമ്പിൽ ഞാൻ ചോദിച്ചാൽ,
നമ്മളിതിനകത്ത് ആരാ ഇപ്പോൾ ശ്രീ രാജീവ് എബ്രഹാം ചർച്ചയിൽ പങ്കെടുത്തു, ഞാൻ സംസാരിച്ചു, ഞങ്ങൾ രണ്ടാളും സംസാരിച്ചു. ഞങ്ങൾ രാഷ്ട്രീയമായി എന്തെങ്കിലും പറഞ്ഞോ? പറയാനില്ലാത്തതുകൊണ്ടല്ലല്ലോ, രാഷ്ട്രീയമായി പറഞ്ഞോ? ഈ ക്രൈസിസിനെ മാനേജ് ചെയ്യാൻ കഴിയുന്ന സിസ്റ്റത്തെ പരാജയപ്പെടുത്തി UDF ഗവൺമെൻറ് എന്നാണ്. അത് യാഥാർത്ഥ്യമായതുകൊണ്ടാണ്. അപ്പോൾ നേരത്തെ ഇപ്പോൾ ലാസ്റ്റ് കേൾപ്പിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, LDF ഭരിച്ച കേരളത്തിലെ 10 കൊല്ലക്കാലം അല്ലെങ്കിൽ ഏത് ക്യാമ്പുണ്ടായ അല്ലെങ്കിൽ ഇതുപോലെ സന്ദർഭമുണ്ടായ കാലങ്ങളിൽ കോവിഡ് പോലെ ഏറ്റവും പീക്കായ വലിയ പ്രശ്നം നേരിട്ട സമയത്ത് ഏതെങ്കിലും ഒരു ജനപ്രതിനിധിക്ക് ഇതുപോലെ പറയേണ്ടി വന്നിട്ടുണ്ടോ? അയ്യോ ആരും ക്യാമ്പിലേക്ക് വരല്ലേ, ഇവിടെ ആകെ പ്രശ്നമാണ്, വീട്ടിൽ തന്നെ കഴിഞ്ഞോ എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എത്ര പേർ വന്നാലും അത് മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരു കപ്പാസിറ്റിയോടെ ഒരു ഗവൺമെൻറ്റും അതിൻ്റെ സിസ്റ്റവും നന്നായി ഓപ്പറേറ്റ് ചെയ്തു കേരളത്തിൽ. അതാണ് ഒരുപക്ഷെ രാഷ്ട്രീയമായി ഞങ്ങളെ എതിർക്കുന്നവരോ അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഞങ്ങളെ അനുകൂലിക്കാത്ത ചില പ്രധാനപ്പെട്ട ആളുകൾ ഇതിനെ കേരളത്തിൽ പറഞ്ഞില്ലേ? പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞെന്താ? ക്രൈസിസ് മാനേജർ എന്നാണ് പറയുന്നത്. CM മീൻസ് ക്രൈസിസ് മാനേജർ എന്ന ഒരു ചൊല്ല് പോലും ആ കാലത്ത് ഉണ്ടായി. ആദ്യം നേരത്തെ ശ്രീകുമാർ സാർ ചർച്ചയിൽ പങ്കെടുക്കും പറഞ്ഞു 10 കൊല്ലവും 2 മാസം കൂടി കമ്പയർ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. അതങ്ങനെ കമ്പയർ ചെയ്യേണ്ട സാർ. പക്ഷേ ഇതുപോലൊരു പ്രളയം അല്ലെങ്കിൽ അതിന് സമാനമായൊരു സാഹചര്യം വരുമ്പോൾ അത് 1 മാസമായാലും 2 മാസമായാലും 10 മാസമായാലും അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ജനങ്ങൾക്ക് വേണ്ടി എന്നത് പ്രധാനമാണ്. ഒരു സർക്കാരിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്നുള്ളതാണ്. അതിൽ നമ്മൾ ഫോളോ ചെയ്ത് പോകുന്ന ധാരാളം കാര്യമുണ്ട്. അതാണ് ഇവിടെ പ്രിയപ്പെട്ട ശ്രീ രാജീവ് എബ്രഹാം പറഞ്ഞത്. ടോയ്ലറ്റിനെ കുറിച്ച് പറഞ്ഞില്ലേ, 500 ആൾ താമസിക്കാൻ ഒരു ടോയ്ലറ്റ് കൊണ്ട് വെച്ചെന്ന് പറഞ്ഞാൽ ഇത് പത്രസമ്മേളനത്തിലൂടെയും പൂക്കി ചിരിയിലൂടെയും സാധാരണ ഏർപ്പാടും കാണിച്ചിട്ട് കരകയറാൻ പറ്റുന്ന കാര്യമല്ല ഇത്. അതാണ് ഗൗരവമായ കാര്യം. എവിടെയാ കോർഡിനേഷൻ? ശരത്തെ ഉദ്യോഗസ്ഥന്മാരുടെ കോർഡിനേഷൻ്റെ പ്രശ്നം മാത്രമല്ല ശരത്തെ. ഇപ്പോൾ ആലപ്പുഴയിലെ അനുഭവം നിങ്ങൾ നോക്ക്. ആലപ്പുഴ MLA മാർ തമ്മിൽ കോർഡിനേഷൻ ഉണ്ടോ? പ്രജയ് ചെറിയാൻ കുട്ടനാട് MLA ഇന്നലെ പരസ്യമായി അദ്ദേഹം പറഞ്ഞു, ഞാൻ മുഖ്യമന്ത്രി വിളിച്ചു എടുത്തില്ല, പിന്നെ റവന്യൂ മന്ത്രി വിളിച്ചു ഫോൺ എടുത്തില്ല, റവന്യൂ മന്ത്രി ഇന്നിപ്പോൾ അവിടെ വന്നു. പക്ഷേ ഞാനിപ്പോൾ സംസാരിക്കുന്ന ഈ നിമിഷം വരെ ആ MLA-യെ കേരളത്തിന് മുഖ്യമന്ത്രി തിരിച്ചൊന്നും വിളിച്ചിട്ടില്ല. ഇതാ സ്ഥിതി. ഒരു MLA ഒരു നാട്ടിൽ ആവരാതി പറയാൻ അദ്ദേഹം പറഞ്ഞാലും ക്യാബിനറ്റ് ഓക്കെ, ക്യാബിനറ്റ് കഴിഞ്ഞ് അദ്ദേഹത്തെ തിരിച്ച് വിളിച്ചോ? അപ്പോൾ വിളിച്ചിരുന്നു മാത്രമല്ല, ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴും ആ MLA തിരിച്ചൊന്ന് വിളിക്കാൻ തയ്യാറാവാത്ത മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. പിണറായി വിജയൻ അങ്ങനെയായിരുന്നോ? സതീശൻ MLA ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞിട്ടില്ലേ എന്താണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്നുള്ള കാര്യം? അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. ആ കാലത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ യെസ് അല്ലെങ്കിൽ നോ രണ്ടായാലും തീരുമാനമുണ്ട് പിണറായിക്ക്. VD സതീശൻ പറഞ്ഞത് പത്രത്തിൽ മനോരമ തന്നെ പ്രസിദ്ധീകരിച്ച പ്രധാനപ്പെട്ട ഭാഗമാണ്. പ്രളയത്തിൻ്റെ കാലം, കോവിഡിൻ്റെ കാലം, ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫോണിൽ വിളിച്ചിട്ടുണ്ട് പലവട്ടം. ഒന്നുകിൽ അദ്ദേഹം തന്നെ ഫോൺ എടുക്കും, അല്ലെങ്കിൽ 10 മിനിറ്റിനകം തിരിച്ചു വിളിക്കും, എന്നിട്ട് പറയുന്ന കാര്യം ശ്രദ്ധിക്കും. അതിനുശേഷം ഒരു മറുപടി അദ്ദേഹമോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ നമ്മെ അറിയിക്കും. അതെന്നെ തീർച്ചയായും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. സംസാരിച്ചാൽ യെസ് എന്നോ നോ എന്നോ പറയും. നോ എന്നാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ കാരണവും വ്യക്തമാക്കും. യെസ് ആണെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമാണ്, അത് ശരിയാണെന്ന് പറയും, എന്നിട്ട് വേണ്ട നടപടി സ്വീകരിക്കും. ഇതാണ് കേരളത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് പിണറായി വിജയനെ കുറിച്ച് ശ്രീകുമാർ സാറ് പറഞ്ഞ രാഷ്ട്രീയമായി ഞങ്ങൾ പറയുന്ന കാര്യമല്ല. ഇന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി സാക്ഷാൽ ശ്രീ VD സതീശൻ പരസ്യമായി പറയുകയും കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പത്രം അത് അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുകയും ചെയ്ത കാര്യമാണ്. ഇതാണ് ഒരു മോഡൽ. ഈ മോഡൽ മുന്നിൽ നിൽക്കുമ്പോഴത്തേക്കാണ് ഇന്നലെ ഇദ്ദേഹം വിളിച്ചു, കുട്ടനാട് MLA മുഖ്യമന്ത്രി വിളിച്ചു, അദ്ദേഹം പറഞ്ഞ ന്യായം ക്യാബിനറ്റ് ആയിരുന്നു, എടുക്കാൻ പറ്റിയില്ല, ഓക്കെ തിരിച്ച് നിമിഷം ഒരു ദിവസം കഴിഞ്ഞ് തിരിച്ച് വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വിളിച്ചു കിട്ടിയില്ല എന്ന് ആ MLA പറഞ്ഞത് മോശമാണെന്നുള്ളതുകൊണ്ടാണ്. അതിന് പ്രതികാരം കാണിക്കുകയാണ്. ഇതുപോലെയുള്ള പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളം മുങ്ങി നിൽക്കുന്ന 12 പഞ്ചായത്തുണ്ട് സാർ. 12 പഞ്ചായത്ത് വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. അവിടുത്തെ MLA ഞങ്ങളുടെ രാഷ്ട്രീയക്കാരല്ല, പക്ഷേ ആ ജനങ്ങളുടെ ജനപ്രതിനിധിയാണ്. അദ്ദേഹം വിളിക്കുമ്പോൾ തിരിച്ചൊന്ന് വിളിക്കാനുള്ള സാമാന്യമായ ഒരു മിനിമം മര്യാദ പോലും കാണിക്കാത്ത കേരളത്തിലെ മുഖ്യമന്ത്രിയെ കുറിച്ച് എന്താണ് പറയേണ്ടത്? എന്നിട്ട് ആ മുഖ്യമന്ത്രിയെ വെച്ചിട്ട് എന്ത് ക്രൈസിസ് മാനേജ് ചെയ്യുമെന്നാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്? കോർഡിനേഷൻ എന്ന് പറഞ്ഞ ജനപ്രതിനിധികൾക്കിടയിൽ പോലുമില്ല. ഞാനത് പിന്നീട് ആലപ്പുഴയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പുറകെ പറയാം ശരത്ത്. ശരി, അത് തോട്ടപ്പള്ളിയുമായി ബന്ധപ്പെട്ട് അടുത്ത ഒരു തവണ ചർച്ച അവസാനിക്കും മുമ്പ് താങ്കളിലേക്ക് വരികയും ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ ഈ ക്യാമ്പുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ 10 വർഷവും 2 മാസവും തമ്മിൽ താരതമ്യം വേണ്ട എന്നുള്ളതാണെങ്കിൽ പോലും
ഒരു പ്രളയകാലം ആ കാലത്ത് ജീവിച്ചവരാണെന്ന് കേരളം ഭരിക്കുന്ന ഇന്നത്തെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ. അന്നൊക്കെ അവർ ജനപ്രതിനിധികളായി ഇപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു, അതിൻ്റെ മുൻപന്തിയിൽ നിന്ന ആളുകളാണ്. അതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്കൊക്കെ പറയാനുണ്ടാവും. ഞാൻ ഈ ക്യാമ്പുകളുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ മാത്രം വളരെ വേഗത്തിൽ പറയാം. പ്രളയകാലത്ത് ഒരു ക്യാമ്പിനെക്കുറിച്ച് ഒരു വലിയ പരാതി, സ്തോഭജനകമായ പരാതി എന്ന നിലയിൽ മാധ്യമങ്ങൾ വാർത്ത കൊണ്ടുവന്നു. ശരിയാണ്, പ്രളയകാലത്ത് ഓമനക്കുട്ടൻ എന്ന മനുഷ്യനെ കള്ളനാക്കി എല്ലാവരും കൂടി, എല്ലാ മാധ്യമങ്ങളും കൂടി. ഒടുവിൽ വൈകുന്നേരമായപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് കേരളത്തിലെ മാധ്യമങ്ങൾ ഓമനക്കുട്ടനെ കള്ളനാക്കി ആ ക്യാമ്പിനെക്കുറിച്ച് പറഞ്ഞത് കളവായിപ്പോയി എന്നൊരു മാപ്പ് പറയേണ്ടി വന്ന ഒരു അനുഭവം കേരളത്തിൻ്റെ മുമ്പിലുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായ സമയത്ത് കേരളം മുഴുവൻ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന സമയത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ ഓപ്പൺ ചെയ്തു. പെട്ടെന്നൊരു വാർത്ത വരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ, 1 ദിവസമോ 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ്. റവന്യൂ വകുപ്പ് കൊടുത്തത് പൂത്ത ബ്രെഡാണ്. വലിയ വാർത്തയായി. റവന്യൂ വകുപ്പ് പൂത്ത ബ്രെഡ് കൊടുത്തു. ഒടുവിൽ റവന്യൂ വകുപ്പ് പരിശോധിച്ചപ്പോൾ ബ്രെഡേ കൊടുത്തിട്ടില്ല. അതാണ് കെ രാജൻ പറഞ്ഞ പ്രസിദ്ധമായ ആ ഒരു വാചകം, അതാണ് കൊടുക്കാത്ത ബ്രെഡ് പൂത്തു എന്ന് പറയേണ്ടി വന്നു. ഇങ്ങനെയും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് ഈ നാട്ടിൽ എന്ന് ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളൂ. ശ്രീ രാജു എബ്രഹാം, ഇപ്പോൾ കോന്നിയെക്കുറിച്ച് ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞ കാര്യമുണ്ട്, കെ ജനീഷ് കുമാർ പറഞ്ഞ വിമർശനങ്ങൾ അവിടെ നിൽക്കുന്നു. നേരത്തെ 2018 അനുഭവങ്ങളെക്കുറിച്ച് താങ്കൾ പറഞ്ഞു, അത് വളരെ പ്രധാനമാണ്. പുതിയ ജില്ലാ കളക്ടർ, അനുഭവപരിചയമുള്ള പഴയ ജില്ലാ കളക്ടറെയും അവിടേക്ക് എത്തിക്കുന്നു. ആ നിലയിൽ സുസജ്ജമാകുന്നു പത്തനംതിട്ട. സമാനമായ രീതിയിൽ ഇന്ന് പത്തനംതിട്ട ജില്ല നിൽക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിലേക്ക് അക്കാലത്ത് മുഖ്യമന്ത്രി ഈ പറഞ്ഞ ഹെലികോപ്റ്ററിൽ പ്രതിപക്ഷ നേതാവിനെയും കൂട്ടിയാണ് വന്നത്. ഇരുവരും അവിടെ വന്ന് സന്ദർശിച്ച് അതൊരു വലിയ മാതൃകയാണ്. കാരണം ഇതിൽ മാറി നിൽക്കേണ്ടതല്ല, എല്ലാവരും ഒത്തുചേർന്ന് നിൽക്കണം എന്ന് പറയുന്ന ഒരു മെസ്സേജ് കൂടിയാണ് അന്ന് കൊടുത്തത്. 2026 ഇത് പ്രധാനപ്പെട്ട കോന്നിയിലാണ് ഇവിടെ ഒരു തുറന്നുവിട്ട വിവാദ അണക്കെട്ട്. അത് ജനീഷ് കുമാറിൻ്റെ മണ്ഡലത്തിലാണ്. കേരളത്തിലെ ഇടുക്കി കഴിഞ്ഞാൽ ഏറ്റവും വലിയ 3 അണക്കെട്ടുകൾ ജനീഷ് കുമാറിൻ്റെ നിയോജക മണ്ഡലത്തിലാണ്. അത് ഭാഗ്യത്തിന് അതിനകത്ത് 50% വെള്ളമേ ഉള്ളൂ. തുറന്നുവിട്ട മൂഴിയാറാണ് റെഡ് അലേർട്ട് വന്ന് ഫില്ലായി അനൗൺസ്മെൻ്റ് ഇല്ലാതെ തുറന്നു വിട്ടത്. അപ്പം മൂഴിയാറ് അപ്പം ഞാൻ പറഞ്ഞത് അത് വിട്ടാൽ വെള്ളമില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അതിനുള്ള വെള്ളമേ ഉള്ളൂ. പക്ഷെ നിറഞ്ഞു കിടന്ന വലിയ 350 മില്ലിമീറ്റർ മഴ എന്ന് പറയുന്നത് ലോക റെക്കോർഡാണ്. ആ മഴയുടെ വെള്ളം വന്ന് നിറഞ്ഞു കിടന്ന് അതിൻ്റെ മണ്ടയിലാണ് ഈ മൂഴിയാറിലെ വെള്ളവും അതുപോലെ തന്നെ കാരികയത്തെ വെള്ളവും എല്ലാം കൂടി. അതാണല്ലോ റാന്നി മുങ്ങിപ്പോയത്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ജനീഷ് കുമാറിന് വലിയ റോളുണ്ട്. അപ്പോൾ ഈ അണക്കെട്ടുകളുടെ നാട്ടിലാണ്, അവിടെയാണ് ഏറ്റവും കൂടുതൽ ഉരുള് പൊട്ടിയിരിക്കുന്നത്, അവിടെയാണ് 4 ഏക്കർ ഭൂമി ഒലിച്ചു പോയിരിക്കുന്നത്, വ്യാപകമായ നാശനഷ്ടമുള്ള മണ്ഡലമാണ്, കൃഷിനാശമുള്ള മണ്ഡലമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ ജനീഷ് കുമാറിനെ മുഖ്യമന്ത്രിയുടെ ഈ സന്ദർശനത്തിൽ എവിടെയും ഔദ്യോഗികമായി വിളിച്ചിട്ടേയില്ല. അതല്ല, സാധാരണഗതിയിൽ വിളിക്കും, തഹസിൽദാർ വിളിക്കും, അല്ലെ കളക്ടറേറ്റിൽ നിന്ന് വിളിക്കും, ചിലപ്പോൾ ADM വിളിക്കും, കളക്ടർ തന്നെ വിളിക്കും. അതാണ് ജനീഷ് കുമാർ ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിൻ്റെ മണ്ഡലം വിസിറ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ ഒരു പ്രതിപക്ഷ MLA ആയതുകൊണ്ട് അദ്ദേഹത്തെ മാത്രം വിളിച്ചില്ല. ബാക്കി MLAമാരെയൊക്കെ കൃത്യമായിട്ട് അതാത് സ്ഥലങ്ങളിൽ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് വിളിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ബന്ധപ്പെട്ടപ്പോൾ അത് വിളിക്കേണ്ടതില്ല എന്ന മറുപടിയാണ് അവിടുന്ന് ലഭിച്ചതെന്നാണ് ചില ഉദ്യോഗസ്ഥന്മാർ തന്നെ പറഞ്ഞത്. അപ്പോൾ രണ്ടും കൂട്ടി വായിച്ചു, അതാണ് പ്രശ്നം. അവിടെയാണ് ഇപ്പോൾ ശരത്ത് സൂചിപ്പിച്ച പ്രളയം ഉണ്ടായപ്പോൾ എങ്ങനെയാണ് പിണറായി വിജയൻ ഇത് കൈകാര്യം ചെയ്തത്. രമേശ് ചെന്നിത്തല അന്നത്തെ പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹത്തെ കൂട്ടിയാണ് പ്രളയ സ്ഥലങ്ങൾ കണ്ടത്. ഇനിയിപ്പോൾ രാജ്നാഥ് സിംഗ് ആദ്യം വന്നു, അദ്ദേഹം ചെയ്തത് എന്താ, പിണറായി വിജയനെ കൂട്ടിയല്ലേ അദ്ദേഹം പ്രദേശങ്ങളിലേക്ക് പോയത്. അപ്പോൾ ആ ഒരു സമീപനം എന്തുകൊണ്ട് ഇത്തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്വീകരിച്ചില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങൾ ആരുന്നയിച്ചു എന്ന രൂപത്തിലല്ല. അദ്ദേഹത്തിന് പത്രക്കാർ ചോദിച്ചു, CPMൻ്റെ 12 ജില്ലാ സെക്രട്ടറി ഇന്ന വിഷയം ഉന്നയിച്ചു. CPM ജില്ലാ സെക്രട്ടറി ഉന്നയിച്ച വിഷയത്തോട് ഞാൻ ആര്, അദ്ദേഹം ആര്, ഒരു ചീള് കേസ്. അതൊരു ജനാധിപത്യ നാട്ടിലെ ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതാണോ? ചിലപ്പോൾ ഒരു കൊച്ചു കുട്ടിയായിരിക്കും വിഷയം ഉന്നയിക്കുന്നത്, ചിലപ്പോൾ ഒരു വഴിപോക്കനായിരിക്കും, ചിലപ്പോൾ ഒരു കച്ചവടക്കാരനായിരിക്കാം, ചിലപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനായിരിക്കാം. എന്താണ് വിഷയം ഉന്നയിക്കുന്നത്, അതല്ലേ പ്രസക്തമായ കാര്യം. അപ്പോൾ
എല്ലാവരെയും ചേർത്ത് പിടിക്കണം. ഒരു 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 ക്രൈസിസ് വരുമ്പം അടിസ്ഥാന പാഠം എന്ന് പറയുന്നത് തൻ്റെ ഹൂങ്കോ അഹങ്കാരമോ അല്ല, എല്ലാവരെയും ചേർത്ത് പിടിക്കണം. അങ്ങനെ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്താ? ഇടതുപക്ഷ മുന്നണി 2018-ലും 2019-ലും കോവിഡിലും എല്ലാം കേരളത്തിൽ UDF എടുത്ത നിലപാടെന്താണ്? ഗവൺമെൻറ്റുമായി സഹകരിക്കാൻ പാടില്ല, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഒരു പണം കൊടുക്കാൻ പാടില്ല. എത്ര നികൃഷ്ടമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് കേരളത്തിൽ വന്നത്. മുണ്ടക്കൈ ചൂരൽമലയിൽ അതുണ്ടായില്ലേ? അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അതുണ്ടായി. എന്തിനു വേണ്ടിയായിരുന്നു? സ്വന്തമായിട്ട് പണം പിരിക്കാൻ. ആ സ്വന്തമായിട്ട് പണം പിരിച്ചത് എവിടെ? ഞാനൊരു ചർച്ചയെ പറഞ്ഞത് 300 കോടി പിരിച്ചു. അപ്പോൾ എൻ്റെ സുഹൃത്ത് ശ്രീകുമാർ ഉടക്കി, അത്രയൊന്നും പിരിച്ചിട്ടില്ല, തെറ്റാണ് രാജു. ഞാൻ സംഭവിച്ചു, ഞാൻ പറഞ്ഞൊരു 10 കോടി ഞാനങ്ങ് കുറയ്ക്കാം, പോട്ടെ, വാദത്തിന് വേണ്ടിയാണെങ്കിൽ ചിലപ്പോൾ അത്രയും പിരിച്ചു. പക്ഷേ ഒരു കണക്ക് കൃത്യമായിട്ട് അവതരിപ്പിക്കേണ്ടേ, ജനങ്ങൾ വിശ്വസിക്കണ്ടേ? നിങ്ങൾ ജയിച്ചു എന്നുള്ളത് സംഭവം ശരിയാണ്, ജയിച്ചു. അപ്പോൾ പക്ഷേ ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങൾ, ഇപ്പം മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ട് അഭ്യർത്ഥിച്ചു. ഞങ്ങളുടെ നേതാക്കന്മാർ ആരെങ്കിലും പറഞ്ഞോ ദുരിതാശ്വാസ ഫണ്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ പാടില്ല? പറഞ്ഞില്ല. അവിടെയാണ് രാഷ്ട്രീയ മാന്യത, രാഷ്ട്രീയ മര്യാദ. അത് ഈ ഗവൺമെൻറ്റിനില്ല ഇതുവരെയുള്ള. നാളെ കാണിക്കൂ, ഞങ്ങളതിനെ അംഗീകരിക്കാം. അപ്പോൾ കേരളത്തിൽ മഹാപ്രളയത്തിലും കോവിഡിലുമെല്ലാം കേരളം തകർന്ന് തരിപ്പണമായി പോയതിനെയും കുറച്ച് മലയാളികൾ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഇല്ലേ, പണം ശേഖരിക്കാൻ മന്ത്രിമാർ പോകാൻ ശ്രമിച്ചപ്പോൾ കേരളത്തിലെ UDF നേതാക്കന്മാർ എന്താ പറഞ്ഞത്? കേന്ദ്ര ഗവൺമെൻറ്റോട് പറഞ്ഞവർക്ക് വിസ കൊടുക്കണ്ട. BJP നേതാക്കന്മാരും പറഞ്ഞ് വിസ കൊടുക്കണ്ട. വിസ കൊടുത്തില്ല, പോകാൻ പറ്റിയില്ല. അപ്പോൾ ഈ സമീപനമാണോ CPM അല്ലെങ്കിൽ LDF ഇന്ന് സ്വീകരിക്കുന്നത്? അവർ നാടിനോട് കാണിക്കുന്ന ക്രൂരതയാണ്, മഹാ അപരാധമാണ്, അത് ദേശദ്രോഹമാണ്. ഞങ്ങളത് കാണിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ളൊരു പ്രതിസന്ധി വരുമ്പോൾ ഈ നാട് രാഷ്ട്രീയം മറന്ന് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അതാണ് ഞങ്ങളിന്ന് ഈ ക്യാമ്പുകളിലൊക്കെ ഇന്ന് ലോഡ് കണക്കിന് സാധനങ്ങൾ DYFA കൊണ്ടുവരികയാണ്. DYFA മാത്രമല്ല, എത്രയോ മതസംഘടനകൾ, എത്രയോ ചാരിറ്റി സംഘടനകൾ, അവരൊക്കെ സാധനങ്ങൾ കൊണ്ടുവരുന്നു. വളരെ പരിതാപകരമായ പല ചിത്രങ്ങളും കാണാൻ കഴിഞ്ഞു. അവിടെ വീട് വിട്ട് ഓടി വന്ന സ്ത്രീകൾ 4 ദിവസമായി ഒരു നൈറ്റി മാത്രമേ അവർക്കുള്ളൂ, വേറെ ഒന്നും അവർക്കില്ല, കെടുക്കാൻ പറ്റിയിട്ടില്ല. അവരുടെ വീടുകളെല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോയി. രണ്ടാമത് മാറി ഉടുക്കാനൊരു വസ്ത്രം അവർക്കില്ല. ഇപ്പം ചാരിറ്റി സംഘടനകൾ കുറേയൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാനും ഇന്ന് അത് പോയി കുറേ വിതരണം ചെയ്ത കൂട്ടത്തിലാണ്. നമ്മുടെ പ്രവർത്തകന്മാർ എവിടെ നിന്നൊക്കെയോ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന സാധനങ്ങൾ അത് വിതരണം ചെയ്തു. പക്ഷേ കുറച്ചെങ്കിലും സർക്കാർ അതിനെ അഡ്രസ്സ് ചെയ്യണ്ടേ? നേരത്തെ ചെയ്തിട്ടുണ്ട്. ശരി. തിരുവനന്തപുരത്തും എറണാകുളത്തും ജില്ലാ ആസ്ഥാനങ്ങളിൽ തുറന്ന ഇത്തരം പ്രളയ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് സർക്കാരിൻ്റെ ജനങ്ങൾ വിശ്വാസത്തോടെ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് താഴെ വന്നിട്ടുണ്ട്. അതിനധികം ദിവസമൊന്നും വേണ്ടി വന്നിട്ടില്ല, 1-2 ദിവസമേ വേണ്ടി വന്നിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ കഴിക്കാൻ പ്രഭാത ഭക്ഷണം ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ എല്ലായിടത്തും അല്ല കേട്ടോ, ചില സ്ഥലങ്ങളിൽ അത് മാറ്റണം. നമ്മുടെ ആളുകളാണ്, നമ്മുടെ സഹോദരന്മാരാണ്, നമ്മുടെ സഹോദരിമാരാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇക്കാര്യത്തിൽ ഉണ്ടാവാൻ വേണ്ടിയുള്ളൊരു മോണിറ്ററിംഗ് അതാണ് എനിക്ക് പ്രധാനമായിട്ടും സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് രാഷ്ട്രീയ വിവേചനം അത് ഒരു അനുഭവമാക്കി ദയവ് ചെയ്തെടുക്കണം. ഇപ്പൊ ഉദ്യോഗസ്ഥന്മാരെ തലങ്ങും വിലങ്ങും അടിച്ച് മറിച്ച് തിരിച്ച് വാശിയോടുകൂടി ഈ എലി പുന്നല് കാണുന്നത് പോലെ ഒരു അധികാരം കിട്ടിയപ്പോൾ കാണിക്കുന്ന ഈ പരാക്രമം, അത് ദയവ് ചെയ്ത് നമ്മുടെ നാടിന് ചേർന്ന സംസ്കാരമല്ല. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. മുഖ്യമന്ത്രി ഇന്നലെയും പറഞ്ഞത് ബാഗും ഒക്കെ തയ്യാറാക്കി ഇരുന്നോളൂ, സ്ഥലം മാറ്റത്തിന് റെഡിയായിരുന്നോളൂ എന്നാണ് ഇന്നലെയും മുഖ്യമന്ത്രി പറഞ്ഞത് എന്നത് മറക്കാനും കഴിയില്ല. എൻ ശ്രീകുമാർ, ഇതുപോലൊരു ക്രൈസിസിൽ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനങ്ങളിലൂടെ ജനങ്ങളോട് വിശദീകരിക്കുന്നതിൽ പലതും പൂർണ്ണമായും ശരിയല്ല എന്ന് പറയേണ്ടതായി വരും. ഞാൻ അതിന് ഉദാഹരണമായി എടുക്കുന്നത് തോട്ടപ്പള്ളിയാണ്. തോട്ടപ്പള്ളിയിലെ പൊഴി മുറിക്കുക, അതുപോലെ തന്നെ സ്പിൽവേ ഷട്ടറുകൾ, അവിടെ അടിഞ്ഞുകൂടിയ വലിയ തോതിലുള്ള മാലിന്യം നീക്കം ചെയ്യൽ, ഈ പ്രശ്നങ്ങൾ, ഇതാണ് പ്രധാന പ്രശ്നം. അപ്പോൾ അത് അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തോട്ടപ്പള്ളിയിൽ സാധ്യമായതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്.
സത്യത്തിൽ കൈരളിയാണ് ആ വാർത്ത വളരെ ഗൗരവത്തോടെ ആദ്യം റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് മറ്റു മാധ്യമങ്ങൾ അതിലേക്ക് വന്നു. അതിനുശേഷമാണ് അവിടെ പൊഴി പൂർണ്ണമായി മുറിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്നലെ ആരംഭിച്ചത്. 1-ാം തീയതി മുതലുണ്ടായ വലിയ മഴയിൽ ഇന്നലെയാണ് ആരംഭിച്ചത്. ഇതിനു മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഷട്ടറിലെ മാലിന്യങ്ങൾ നീക്കാൻ ഇന്നലെ ഇന്നുമായിട്ടൊക്കെയുള്ള പരിശ്രമം അവിടെ നടക്കുകയാണ്. ഇന്ന് സ്ഥലം MLA ജി സുധാകരൻ അവിടേക്ക് ആദ്യമായി ചെന്നു. അവിടെ നിന്ന് ഇറിഗേഷൻ ഉദ്യോഗസ്ഥരെ ഫോണിൽ വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, ഷട്ടർ എന്താണ് തുറക്കാത്തത്? അപ്പോൾ അവർ തുറന്നു എന്ന മട്ടിലൊക്കെ പറയുമ്പോൾ ഇല്ല, പൂർണ്ണമായും തുറന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. മുൻകാലങ്ങളിൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ അതിവേഗം ഇനിയെങ്കിലും തുറക്കാൻ നോക്കൂ എന്ന് സ്ഥലം MLAക്ക് പറയേണ്ടി വരുന്നതുമൊക്കെ സമൂഹ മാധ്യമങ്ങളിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെയാണ് യാഥാർത്ഥ്യം. പക്ഷേ വാർത്താ സമ്മേളനത്തിലൂടെ അഡ്വാൻസായി മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചത്, ഈ ക്രൈസിസിൽ പറഞ്ഞു വെച്ചത് പൂർണ്ണമായും ശരിയല്ലല്ലോ. നോക്കൂ ശ്രീ ശരത്തെ, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ എല്ലാ ആഴ്ചയിലും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി കൃത്യമായി കാര്യം പറയുന്നു എന്നുള്ള ഒരു ഭാഗ്യം സിദ്ധിച്ച കൂട്ടത്തിൽ കൈരളിയുടെയും CPM പ്രസിദ്ധീകരണങ്ങളുടെയും ലേഖകന്മാർ ഉണ്ട് എന്നുള്ളതോട് മനസ്സിലാക്കുക. കാരണം 6 മാസം കൂടുമ്പോൾ ഒന്ന്. രണ്ടാമത്തെ കാര്യം അല്ല, അത് ഓരോരുത്തരുടെ വ്യാഖ്യാനാണ്. അല്ല, തോട്ടപ്പള്ളി അതെ, തോട്ടപ്പള്ളിയെ കുറിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യും. കാരണം അത് ചരിത്രമാണ്. ഒരുപാട് ഇപ്പം പെട്ടെന്ന് പറഞ്ഞ് തീർക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് തോട്ടപ്പള്ളി കാര്യം. അപ്പോൾ അതുകൊണ്ട് 2 മാസം മുമ്പ് കൊണ്ടല്ലല്ലോ എന്തായാലും ഒക്കെ അടിഞ്ഞുകൂടി. അവർത്തിക്കട്ടെ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ശ്രീ H. സലാമും അതുപോലെ ശ്രീ രാജു ഇബ്രഹാം പറഞ്ഞ 2 കാര്യങ്ങളെ എന്ന് എനിക്ക് ഉത്തരം നൽകാനുണ്ട്. ശ്രീ സലാം പറഞ്ഞൊരു കാര്യമുണ്ട്. ശ്രീ VD സതീശൻ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞത് വളരെ ശരിയാണത്. കാരണം അതാണ് പ്രതിപക്ഷ ധർമ്മം. ഇന്ന് പ്രതിപക്ഷ ധർമ്മം അങ്ങനെ നിർവഹിക്കുന്നില്ല. ഇന്ന് ഇത്രയും ഒരു പ്രളയകാലത്ത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പുനർജനിക്കെതിരായ സമരം ഉദ്ഘാടനം ചെയ്യുക ചെയ്തത്. സതീശൻ കള്ളൻ എന്ന് ദിവസവും പത്രസമ്മേളനത്തിൽ പറയുകയാണ് ചെയ്യുന്നത്. ആ വ്യത്യാസമുണ്ട്. പ്രതിപക്ഷമൊന്ന് മാന്യത കാണിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. എന്തായാലും സലാം തന്നെ വായിച്ചത് നന്നായി. അതും VD സതീശൻ പറഞ്ഞ കാര്യങ്ങൾ പുറത്തു പറഞ്ഞതിൽ അതും വളരെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ നമ്മുടെ രാജു ഇബ്രഹാം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മളുടെ ഈ സ്ഥലം മാറ്റത്തിൻ്റെ കാര്യം. ശ്രീ രാജു ഇബ്രഹാം, സ്ഥലം മാറ്റത്തിലെ എല്ലാ ഗവൺമെൻറ്റുകളും അവരുടേതായ രാഷ്ട്രീയം കാണിക്കാറുണ്ട്. എൻ്റെ തൃശ്ശൂരിലുള്ള ഒരു സുഹൃത്ത് സഹകരണ വകുപ്പിൽ ഉദ്യോഗസ്ഥനാണ്. 10 വർഷമായിട്ട് അദ്ദേഹത്തെ വട്ടുതട്ടുമായിരുന്നു. അതായത് അദ്ദേഹം ഒരു സംഘടനയുടെ, കോൺഗ്രസ് സംഘടനയുടെ നേതാവാണ്. 10 വർഷമായിട്ട് വട്ടുതട്ടുമായിരുന്നു. എന്നിട്ട് അവസാനം ഇപ്പോൾ തൃശ്ശൂരിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തു ജീവനക്കാർ. അതാണ് അവസ്ഥ. അപ്പോൾ സ്ഥലം മാറ്റത്തിലൊക്കെ നമ്മൾ രാഷ്ട്രീയമൊക്കെ കാണിക്കാറുണ്ട്. പക്ഷേ സ്ഥലം മാറ്റത്തിൻ്റെ മാനദണ്ഡം ഉണ്ടാക്കണമെന്നുള്ളത് എല്ലാവരും പറയുകയും എന്നാൽ സന്ദർഭത്തിനനുസരിച്ചിട്ട് രാഷ്ട്രീയം നോക്കി അത് രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യുകയും ചെയ്യും. അതിലൊന്നും UDFും LDFും തമ്മിൽ താരതമ്യം ചെയ്യുകയാണെങ്കിൽ LDF ആണ് ഏറ്റവും മോശമായിട്ട് സ്ഥലം മാറ്റത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഏതായാലും തോട്ടപ്പള്ളി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് ജില്ലാ കളക്ടർ H. സലാം പറഞ്ഞത് ഇതൊരു മാധ്യമ പ്രൊപ്പഗൻഡയാണ്, പൊഴി നേരത്തെ മുറിച്ചു എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അവിടെ നോക്കുമ്പോൾ അറിയാം ഇന്നാണ് നടന്നത്. അപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പലരും എഴുതുകയും പ്രാദേശികമായിട്ടൊക്കെ പറയുന്നതും കേട്ടു, ഇത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ കുട്ടനാട് ഇങ്ങനെ മുങ്ങിപ്പോകുമായിരുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ കൂടി ഇന്ന് വ്യാപകമായി അത്തരം ചർച്ചകളും അഭിപ്രായങ്ങളും പറയുന്നത് കേട്ടു. പക്ഷേ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് തോട്ടപ്പള്ളിക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു, സാധ്യമായതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്നാണ് ചെയ്യും മുമ്പേ അദ്ദേഹം പറഞ്ഞത്. ശരത്തെ, അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരമായ രീതിയാണ്. ഇപ്പോൾ ശ്രീകുമാർ സാറ് സ്ഥലം മാറ്റത്തെക്കുറിച്ച് പറഞ്ഞത്, കഴിഞ്ഞ LDF ഗവൺമെൻറ് സമയത്ത് കുറേ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഓൺലൈൻ ട്രാൻസ്ഫറാക്കി. അത് ശ്രീകുമാർ സാറിന് അറിയുന്നൊരു കാര്യമാണ്. വേണമെങ്കിൽ ഞങ്ങൾ ഇടതുപക്ഷക്കാരായിട്ടുള്ള ജീവനക്കാർ ചില ആൾക്കാർക്ക് പരാതിയുള്ളൊരു കാര്യം കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അത് രാഷ്ട്രീയം നോക്കാതെ, ഇടതുപക്ഷമെന്നോ വലതുപക്ഷമോ നോക്കാതെ കൃത്യമായ മാനദണ്ഡം വെച്ച് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്ന സിസ്റ്റം ക്രിയേറ്റ് ചെയ്യപ്പെട്ടൊരു കാലം കൂടിയാണ് കുറേ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ. അതിൽ വേണമെങ്കിൽ ഞങ്ങൾ ഇടതുപക്ഷക്കാർക്ക് വ്യത്യസ്ത അഭിപ്രായം വേണമെന്ന് പറയാൻ പറ്റും. അദ്ദേഹം ഇവിടെ പറഞ്ഞ പോലെ ഏതെങ്കിലും രാഷ്ട്രീയ വൈരനിര്യാതനം ബുദ്ധി വെച്ചിട്ട് ഒരു കാരണവശാലും അത്തരമൊരു രീതി കഴിഞ്ഞ കാലത്ത് ഉണ്ടായിട്ടില്ല. മുൻപൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷേ കഴിഞ്ഞ കാലത്ത് ഉണ്ടായിട്ടില്ല. അത് താരതമ്യേന കുറഞ്ഞിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പോട്ടെ, അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞ് ഇപ്പോൾ എന്തോ മഹാഭംഗിയായിട്ട് നടക്കുക എന്ന് പറഞ്ഞതിനകത്ത് പറയേണ്ട കാര്യമില്ല. തോട്ടപ്പള്ളിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞു, എന്താ പറഞ്ഞത്, സാധ്യമായ എല്ലാ കാര്യവും ചെയ്തിരിക്കുന്നതാണ്. അദ്ദേഹം ഏത് കാര്യം വിശദീകരിക്കുമ്പോഴും അദ്ദേഹം പറയുന്നൊരു കാര്യം, കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുന്നത് കേട്ടു, ഐ ഹാവ് മേഡ് ഇറ്റ് വെരി ക്ലിയർ. അദ്ദേഹത്തിനും അതേ തോന്നുള്ളൂ, ഞാനെല്ലാം വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്
എന്ന് മുഖ്യമന്ത്രിക്ക് മാത്രമേ തോന്നുള്ളൂ. തോട്ടപ്പള്ളിയുമായി ബന്ധപ്പെട്ട് സാർ മനസ്സിലാക്കേണ്ട കാര്യം, പ്രളയത്തിന് ശേഷം വന്ന സയൻറ്റിഫിക്കായ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഗൗരവമായ തീരുമാനം ഗവൺമെൻറ് കൈക്കൊണ്ടു. രാഷ്ട്രീയമായ എതിർപ്പൊക്കെ UDFിൻ്റെ ഭാഗത്തുണ്ടായി. ഞങ്ങളെന്തോ അവിടുത്തെ മണ്ണ് വാരാൻ വേണ്ടിയാണ് ഇതെല്ലാം പറഞ്ഞു. അതൊക്കെ പറഞ്ഞോട്ടെ ഒരു ഭാഗത്ത്. ഇവിടെ ശ്രീ രാജു അബ്രഹാം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. പമ്പ, അച്ചൻകോവിൽ, മണിമലയാറ് ഇവിടെ നിന്നെല്ലാമുള്ള ജലം ഒഴുകിയെത്തി സമുദ്രത്തിലേക്ക് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന പോയിൻ്റാണ് തോട്ടപ്പള്ളി സ്പിൽവേ. വെള്ളം താഴേക്ക് ഒഴുകുള്ളൂ സാർ, താഴേക്കല്ലേ വെള്ളം ഒഴുകുള്ളൂ. അത് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന പോയിൻ്റ് തോട്ടപ്പള്ളി സ്പിൽവേ ആണ്. അത് ഒഴുകി വരുന്ന ലീഡിങ് ചാനലിൽ ആഴം കൂട്ടണം, അത് കുറച്ച് മാത്രമേ ആഴമുള്ളൂ, ആഴം കൂട്ടേണ്ട കാര്യമുണ്ട്, അതെല്ലാം ഇനി ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ പ്രളയത്തിന് ശേഷം ആ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി LDF ഗവൺമെൻറ് തീരുമാനിച്ച സുപ്രധാനമായൊരു കാര്യം ഉണ്ടായിരുന്നു. അത് നടപ്പാക്കി തോട്ടപ്പള്ളിയിൽ. കാരണം സ്പിൽവേ 365 മീറ്ററാണ് അതിൻ്റെ വീതി. ആ സ്പിൽവേയുടെ അതേ വീതിയിൽ പൊഴിമുഖം തുറന്ന് ജലം കടലിലേക്ക് ഒഴുക്കണം എന്നാണ് അന്നത്തെ ഒരു നിർദ്ദേശം. ആ നിർദ്ദേശം നടപ്പാക്കാൻ അതിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നിൽക്കുന്ന ഒരു തിട്ട പോലെയാണ്, കാറ്റാടി വരെ പിടിച്ചു നിന്ന തിട്ട പോലെയുള്ള ഭാഗം ഉൾപ്പെടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് അന്ന് പൊടി തുറന്നത്. അതിനുശേഷം കഴിഞ്ഞ വർഷം വരെയുള്ള കഴിഞ്ഞ വർഷം വരെയുള്ള സന്ദർഭങ്ങളിൽ ഇത് പൂർണ്ണമായി 300 മീറ്റർ പൊടി തുറന്നാണ് വിട്ടത്. ഇന്നിപ്പോൾ നിങ്ങൾ G. സുധാകരൻ MLA ഫേസ്ബുക്കിലെ പോസ്റ്റ് നോക്ക്. അദ്ദേഹം ഇപ്പോൾ ഇന്നവിടെ സന്ദർശിച്ചിട്ട് പറഞ്ഞ കാര്യമാണ് ശരത്ത് പറഞ്ഞത്. അദ്ദേഹം ഈ സ്പീക്കർ ഫോണിലിട്ടിട്ട് മീഡിയയെ കൂടി കേൾപ്പിക്കാൻ പറ്റുന്ന പോലെ ഫോൺ ചെയ്യാൻ അദ്ദേഹം ഇതൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. എന്താ പറഞ്ഞതാ, 100-ലേറെ മീറ്റർ തുറന്നിട്ടുണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ജലം ഒഴുക്കേണ്ടതിന് 1/3 മാത്രമേ പൊഴി ഇപ്പോൾ തുറന്നിട്ടുള്ളൂ. സാർ മനസ്സിലാക്കേണ്ട കാര്യം, എനിക്ക് നേരിട്ടറിയുന്ന പ്രദേശം, ഞാൻ MLA ആയിരുന്ന സ്ഥലം, രാഷ്ട്രീയ പോലും നടത്തിയിരുന്ന സ്ഥലമാണ്, ശരത്തിന് നേരിട്ടറിയാവുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് ആകെ ഒഴുകിപ്പോകേണ്ട വെള്ളത്തിൻ്റെ 1/3 മാത്രമേ വെള്ളം ഇപ്പോൾ ഒഴുകുന്നുള്ളൂ. 300 മീറ്റർ തുറക്കേണ്ട ഭാഗത്ത് 100 മീറ്റർ മാത്രമേ ഇപ്പോൾ തുറന്നിട്ടുള്ളൂ. ഇത് തുറക്കാൻ വേണ്ടി യാതൊരു കാര്യവും ഗവൺമെൻറ് ചെയ്തില്ല, ജില്ലാ ഭരണകൂടം ചെയ്തില്ല. ഇപ്പോൾ ജില്ലാ കളക്ടർ ന്യായം പറഞ്ഞു. ജില്ലാ കളക്ടർക്ക് സർക്കാർ ന്യായീകരിച്ച് പറയാൻ മാത്രമേ പറ്റൂ, അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല. അദ്ദേഹത്തിന് കുട്ടനാടിനെ കുറിച്ച് അറിയാം. അദ്ദേഹം വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ പ്രധാന ചുമതല വഹിച്ചിരുന്ന ആളാണ് ഇന്നത്തെ ജില്ലാ കളക്ടർ. കുട്ടനാടിൻ്റെ എല്ലാ രീതികളെക്കുറിച്ച് റൂട്ടും ഒക്കെ നല്ലപോലെ അറിയാവുന്ന ആളാണ്. കുറേ അധികം കാര്യം ജില്ലയിൽ ഇപ്പോൾ ഈ പ്രളയത്തിൻ്റെ ഭാഗമായി ചെയ്യുന്നുണ്ട്. പക്ഷേ തോട്ടപ്പള്ളിയുടെ കാര്യത്തിൽ, മുൻകരുതലെടുക്കുന്ന കാര്യത്തിൽ യാതൊന്നും ചെയ്തില്ല. എന്താ ചെയ്യാതിരുന്നത്? മന്ത്രിമാർ പങ്കെടുത്ത് ഈ മെയ് മാസം യോഗം ചേർന്നോ? സാധാരണ മെയ് മാസം അവസാനം യോഗം ചേർന്ന് പൊടിമുറിക്കാൻ ആവശ്യമായി ടെൻഡർ ചെയ്യും. ശരത്ത്, ഞാൻ പറയുന്നത് ശ്രീകുമാർ സാറ് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ നിമിഷം വരെയും തോട്ടപ്പള്ളി പൊഴി മുറിക്കാൻ വേണ്ടി ടെൻഡർ കൊടുത്തിട്ടില്ല ആർക്കും. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് 3 ഈ യന്ത്രങ്ങൾ കൊണ്ടുവന്ന് മണ്ണിങ്ങനെ മാന്തുകയാണ്. ഇന്നലെ 3 ഉണ്ടായിരുന്നു, ഇന്നിപ്പോൾ 2 ഉള്ളൂ. ഒരെണ്ണം പോയി തിരിച്ചുപോയി. അവിടെ മണ്ണെടുത്തുകൊണ്ട് പോകുന്ന പ്രശ്നം, മണ്ണെടുത്തുകൊണ്ട് പോകട്ടെ. ഇപ്പോൾ അതാണ് അത് രാഷ്ട്രീയ പ്രശ്നമായിട്ട് ഉന്നയിക്കാനാണെങ്കിൽ ഞാൻ പറയുന്നത്, മണ്ണാർക്കും കൊടുക്കണ്ട. പക്ഷേ ആ തിട്ട ഇന്നൊരു വരമ്പല്ല, ഒരു മണൽത്തിട്ടയായിട്ട് നിന്ന് വെള്ളം ഒഴുക്കാൻ വട്ടം തടസ്സമായി നിൽക്കുന്ന ആ വടക്ക് പടിഞ്ഞാറ് പോർഷനിലെ മണ്ണ് പൂർണ്ണമായി എടുത്തു മാറ്റി അവിടെ തന്നെ നിങ്ങൾ മാറ്റി വയ്ക്ക്, വടക്കോട്ട് മാറ്റി സൂക്ഷിക്ക്. ആർക്കും കൊണ്ടുപോകാൻ കൊടുക്കണ്ട, അവിടെ തന്നെ വയ്ക്ക്. അത് കട്ട് ചെയ്ത് മാറ്റാൻ പരിപാടി ഉണ്ടായിട്ടില്ല. അതാണ് ഇന്നത്തെ കുട്ടനാടിൻ്റെ പ്രശ്നം. 12 പഞ്ചായത്ത്, എല്ലാ പഞ്ചായത്തും വെള്ളത്തിലാണ്. എല്ലാ പഞ്ചായത്തും അമ്പഴപ്പുഴയുടെ കിഴക്കൻ ഭാഗമെല്ലാം വെള്ളത്തിലാണ്. വ്യാപകമായി ക്യാമ്പ് ആരംഭിച്ചിരിക്കുകയാണ്. മഴ നിന്നിട്ടും വെള്ളം താഴുന്നില്ല. എന്താണ്? സമുദ്രത്തിലേക്ക് വെള്ളം ഒഴുകിപ്പോയാൽ മാത്രമേ ജലനിരപ്പ് താഴ്ത്താൻ പറ്റൂ. കുട്ടനാടിന്റെ സ്വഭാവം നമുക്കറിയില്ലേ? അത് ഗവൺമെന്റ് ചെയ്യാത്ത പിടിപ്പുകേടാണ് ഇതിലേക്ക് എത്തിച്ചിരിക്കുന്നത് തോട്ടപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം. ഭംഗിക്ക് വർത്തമാനം മുഖ്യമന്ത്രി പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, ഇത് മന്ത്രിമാർ പങ്കെടുത്ത യോഗം കൂടി എപ്പോഴാണ്? നിങ്ങൾ ഡേറ്റ് നോക്കിക്കോ. ജില്ലാ കളക്ടറേറ്റിലെ യോഗം കൂടി ഡേറ്റ് ഇല്ലേ? ശരി, ഇത് നിങ്ങൾ നോക്ക്. G. സുധാകരൻ ഫേസ്ബുക്കിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, അതും കൂടെ താങ്കളൊന്ന് വായിക്കണമായിരുന്നു. സുധാകരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്, അതും കൂടെ താങ്കളൊന്ന് വായിക്കണമായിരുന്നു. ഞാനായിട്ട് വായിക്കുന്നില്ല. സലാം, വായിച്ചോ. എന്താണ് സാർ? വായിക്കേ എന്താണ് സാർ? ഞാൻ മുഴുവൻ വായിച്ചതാ. അല്ല, അത് വായിച്ചു നോക്ക്. നിങ്ങളല്ലേ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് പറഞ്ഞത്, വായിച്ചു നോക്ക്. അല്ല, അതിലെന്തോ ഒരു പ്രത്യേകത തോന്നിയത് അങ്ങേക്കല്ലേ? താങ്കൾ തന്നെ വായിച്ച് കേൾപ്പിക്കുക. സലാം അതിന്റെ മറുപടി. അതായത് സാറിന് തോന്നിയ പ്രത്യേകത സാറ് ചർച്ചയിൽ പറയും, അപ്പോൾ എനിക്ക് പറയാലോ. അല്ല, അദ്ദേഹത്തിന്റെ വാക്ക് തന്നെ വായിക്കാം.
പഴയതുപോലെ കരിമണലും മണ്ണും വെള്ളപ്പൊക്കത്തിൻ്റെ മറവിൽ കടത്താൻ കഴിയാത്തതിൽ പ്രയാസമുള്ള ഒരു ലോബി തോട്ടപ്പള്ളിയിൽ പ്രശ്നമുണ്ടെന്ന് വരുത്താൻ ശ്രമിക്കുന്നതായി ജില്ലാ ഭരണകൂടം പറയുന്നത് ശരിയാണ്. വേറൊരു പ്രശ്നവും നാട്ടിലില്ല, ഈ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. സലാം, എന്താണ് അദ്ദേഹം അദ്ദേഹം നേരത്തെ MLA ആയിരുന്ന കാലത്ത് ഇതുപോലെ മണ്ണ് ആരെങ്കിലും വാരിക്കൊണ്ട് പോയിട്ടുണ്ടോ? അദ്ദേഹം നേരത്തെ MLA ആയിരുന്നപ്പോൾ അല്ലെ മന്ത്രി ആയിരുന്നപ്പോൾ ഇതുപോലുണ്ടല്ലോ. അദ്ദേഹം മന്ത്രി ആയിരിക്കുന്ന ക്യാബിനറ്റാണ് തീരുമാനിച്ചത്. ജി സുധാകരൻ മന്ത്രിയായിരിക്കുന്ന ആ ക്യാബിനറ്റാണ് ഇവിടെ ഇത് തോട്ടപ്പള്ളി പൊടി ഇത്രയും വീതി മുറിക്കാൻ തീരുമാനിച്ചത്. അന്ന് 2 പൊതുമേഖലാ സ്ഥാപനത്തിന് ആണ് ചുമതല കൊടുത്തത്. അവർ കൊണ്ടുപോയ മണ്ണ് കട്ടോണ്ട് പോയി എന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ അദ്ദേഹത്തിന് പങ്കുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറയാം, ആ ആക്ഷേപം ഉണ്ടെങ്കിൽ മണ്ണ് കൊണ്ടുപോകണ്ടെന്ന്. ഇത് ഈ തോട്ടപ്പള്ളി പൊടി തുറക്ക്, മണ്ണിപ്പുറത്ത് പിന്നെ മാറ്റി വെച്ച് അവിടെ കാവൽ നിന്നോ? പൊടി തുറക്ക്, അതേ ഞങ്ങൾ പറയുന്നുള്ളൂ. അതാണ് അതിലെ ഇതുപോലെ അത് തുറക്കാത്തതാണ് സാർ പ്രശ്നം. അതാ വെള്ളം ഒഴുകി പോകാത്തതിന്റെ കാര്യം. യെസ്, രാജു അബ്രഹാം, ഇത് തോട്ടപ്പള്ളിയുടെയോ കുട്ടനാടിൻ്റെയോ മാത്രം പ്രശ്നമല്ല. താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു, ദാ വീണ്ടും അതിതീവ്ര മഴ വരാൻ പോകുന്നു, റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ തോട്ടപ്പള്ളിയിലെ പ്രശ്നം പരിഹരിക്കാതെ ഇപ്പോഴും 100-150 മീറ്ററിൽ മാത്രമാണ് ആ പൊഴി മുറിച്ചിരിക്കുന്നത്. 300-350 മീറ്റർ വീതിയിൽ ആ പൊഴി മുറിച്ചാൽ മാത്രമേ കിഴക്കൻ വെള്ളം കടലിൽ പോവുകയുള്ളൂ, വേഗത്തിൽ പോവുകയുള്ളൂ. പോയില്ല എങ്കിൽ കുട്ടനാട് മാത്രമല്ല, അത് കോട്ടയം ജില്ലയെ ബാധിക്കും, അത് പത്തനംതിട്ട ജില്ലയെ ബാധിക്കും. ഈ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഈ 2 ജില്ലകളെയും കുട്ടനാടിനെ പോലെ തന്നെ വലിയ തോതിൽ വെള്ളത്തിലാക്കിയത്. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാത്തിടത്തോളം കാലം, അതിവേഗത്തിൽ സർക്കാർ ഇടപെടാത്തിടത്തോളം കാലം ഇനിയും കനത്ത മഴയുണ്ടായാൽ ഈ ക്രൈസിസ് മാറില്ലല്ലോ. അത് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചായാലും കോട്ടയത്തെ സംബന്ധിച്ചായാലും കുട്ടനാടിനെ പോലെ തന്നെ. ശരത്ത്, 1-ാം തീയതി 31-ാം തീയതി രാത്രിയാണ് നമുക്ക് ഈ തീവ്രമഴ ഉണ്ടാകുന്നത്. 1-ാം തീയതി മഴ കുറയാൻ തുടങ്ങി. 2-ാം തീയതി, 3-ാം തീയതി, 4-ാം തീയതി, 5-ാം തീയതി, 6-ാം തീയതി, 5 ദിവസം ഈ പറയുന്ന കാര്യമായ മഴ ഇല്ല. പക്ഷേ വെള്ളം താണില്ല. വെള്ളം പരമാവധി താണത് 2 അടിയാണ്. ഈ തിരുവല്ല ഭാഗങ്ങളിൽ 2 അടി വെള്ളമേ താണിട്ടുള്ളൂ. റാന്നി ഭാഗത്ത് വരുമ്പം അതൊരു 4-5 അടിയായിട്ട് താണിട്ടുണ്ട്. അപ്പം 2 അടി മാത്രം ആ പ്രതിഭാസമാണ് ഇപ്പം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് താഴണമെങ്കിൽ തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കണം. തോട്ടപ്പള്ളി സ്പിൽവേ ഇവിടെ LDF കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തുറന്നു. അന്ന് തുറന്നപ്പോൾ അന്ന് UDF കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഉയർത്തിയ വാദഗതി എന്താ? അവിടുന്ന് തുറക്കാൻ പാടില്ല, അവിടെ മണൽ മാറ്റാൻ പാടില്ല, ക്രമക്കേട്. ഇപ്പോൾ പറഞ്ഞല്ലോ, 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിൽ ക്രമക്കേട് ഉന്നയിച്ച ആശാന്മാരാണ് ഇവർ. എന്തൊരു മനസാക്ഷിയാണ് സത്യത്തിൽ. ഒരു മനസാക്ഷി ഉണ്ടോ ഇക്കാര്യത്തിൽ? പക്ഷേ ആ പ്രതിസന്ധികളെ എല്ലാം അതിജീവിച്ചു. എത്ര നുണപ്രചരണം നടത്തി, എല്ലാ മാധ്യമ വിചാരണ നടത്തി, അതിനെല്ലാം അതിജീവിച്ചു. ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പോൾ മെയിൻ്റനൻസ് നടത്താതിരുന്നത് ഈ നാടിനോട് കാണിച്ച ഇത്ര ഒരു ദേശദ്രോഹമായ നടപടിയാണ്. ചെയ്യരുതങ്ങനെ. ഈ മഴ തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യമല്ലേ? ആരെങ്കിലും ചെയ്യുമോ? കുട്ടനാട് മുങ്ങി. ഞാൻ ഇന്നലത്തെ ചർച്ചയിൽ ആ കുട്ടനാട് MLA പറഞ്ഞു, ഈ കുട്ടനാട് MLA നിങ്ങളാണ് ഇതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. ഈ കുട്ടനാട് MLAയും അതുപോലെ തന്നെ കുട്ടനാട് MLA അവിടെ ചെന്നപ്പോൾ തെറി പറഞ്ഞ ജി സുധാകരൻ MLA, ഈ 2 ആളുകൾ ഇതിൻ്റെ നേരിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ഇങ്ങനെ കാണിക്കാമോ? മഹാ അപരാധമല്ലേ ചെയ്തത്? എത്രായിരം കോടിയുടെ നഷ്ടം, എത്ര കോടി, കോടാനുകോടികളുടെ നഷ്ടമല്ലേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇത് കാരണം. ഇല്ലെങ്കിൽ 5 ദിവസത്തിന് മുമ്പ് 2-ാം തീയതിയോടുകൂടി ഒഴിഞ്ഞു പോകേണ്ട വെള്ളം, ഇനി പോട്ടെ 3-ാം തീയതി ഞാൻ ഒരു ദിവസം ഇളവ് തരുന്നു, 3-ാം തീയതിയോട് ഒഴിഞ്ഞു പോകേണ്ട വെള്ളം ഒഴിപ്പോകാതെ 3 ജില്ലകളെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. ഈ സർക്കാരാണ് അതിൻ്റെ 1-ാം പ്രതി. ഉത്തരവാദിത്തത്തിൽ എങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റും? ശരി, ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം അതാണ് ഞാൻ ഇന്നലെ TV-ക്കകത്ത് ഞാൻ കണ്ടു. കൈരളി വളരെ മനോഹരമായി ഇന്നത്തെ പൊസിഷൻ കൊടുത്തു. 2 JCB അവിടെ വന്ന് കിടക്കുകയാണ്. ഇന്നലെ വന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ തൊഴിലാളികൾ, ആ പാവപ്പെട്ട തൊഴിലാളികളെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഒരു കമ്പിട്ട് ഇങ്ങനെ കമ്പിട്ട് മാറ്റുക, മുഴുവൻ വേസ്റ്റും വന്നു. കാരണം മഴ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ വാർഡുകളിൽ 25,000 രൂപ എല്ലാ വർഷവും കൊടുത്ത് ഈ വേസ്റ്റ് പ്ലാസ്റ്റിക് മുഴുവൻ
മാറ്റും. ക്ലീൻ കേരള കമ്പനി അത് കൊണ്ടുപോകും. എവിടെ 25,000 രൂപ കൊടുക്കുമെന്ന് ഇന്നലെ പ്രഖ്യാപനം നടത്തി. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ശരി. 100 കണക്കിന് ടൺ മാലിന്യം ആ തോട്ടപ്പള്ളി വന്ന് അടിച്ചിരിക്കുകയാണ്. ഈ മലമുകളിൽ നിന്ന് ഒഴുകി വന്ന 2-3 ജില്ലകളിലെ മുഴുവൻ പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും ആ തോട്ടപ്പള്ളി വന്ന് അടിച്ചിരിക്കുകയാണ്. വെള്ളം പോവില്ല, അതൊരു മറ്റൊരു അണക്കെട്ടായിട്ട് നിൽക്കുകയാണ്. അത് എന്താ ഒരു സർക്കാരിൻ്റെ ക്രൈസിസ് മാനേജ്മെൻറ്റിൻ്റെ നിരുത്തരവാദപരമായ പരാജയത്തിൻ്റെ മുഖമാണ് നമ്മളിന്ന് അവിടെ കാണുന്നത്. റൈറ്റ്. ഞങ്ങൾ ആക്ഷേപിക്കുകയൊന്നുമല്ല, ഇങ്ങനെ ചെയ്യരുത്. ശരി. ഒരു നാടിനോട് ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. റൈറ്റ്. നാടിനോട് കാണിച്ച മഹാ അപരാധമാണ് ഈ കാണുന്നത്. 3 ജില്ലകളെ മുക്കിയില്ലേ? ശരി. ശരി. യഥാർത്ഥത്തിൽ കൂടുതലൊന്നും കൂട്ടിച്ചേർക്കാനില്ല. ആരോട് പറയാൻ എന്നാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ പറയാൻ തോന്നുന്ന ഒരു കാര്യം. കാരണം അത്ര ഗുരുതരമായ സാഹചര്യം, അതിനനുസരിച്ച് വളരെ അടിയന്തരമായി ചെയ്യേണ്ട നടപടികൾ, മുന്നൊരുക്കങ്ങൾ, അതൊന്നും ചെയ്യാതെ വരുത്തി വെച്ച വലിയ വിനയാണ്, വലിയ വിപത്താണ് ഈ 3 ജില്ലകളെയും, കുട്ടനാടിനെ അടക്കം, കോട്ടയത്തെ അടക്കം, പത്തനംതിട്ടയെ അടക്കം ബാധിച്ചിരിക്കുന്നത്. മഴ മാറിയിട്ടും വെള്ളമൊഴിയാതെ ഈ ജില്ലയിലെ പല പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളക്കെട്ടിൽപ്പെട്ട് കിടക്കുകയാണ്. ആളുകളിങ്ങനെ ആയിരക്കണക്കിന് മനുഷ്യർ ക്യാമ്പുകളിൽ കഴിയുകയാണ്. ഇത് അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ദീർഘവീക്ഷണത്തോടെ ചെയ്യാതെ നിന്നതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അതിതീവ്ര മഴ വരും എന്ന മുന്നറിയിപ്പ് നിൽക്കുന്നു. അതിവേഗത്തിൽ ചെയ്യാനുള്ളതെങ്കിലും ഇനിയും ചെയ്യാനുള്ള സന്മനസ്സാണ് സർക്കാർ കാട്ടേണ്ടത്. അതിനുള്ള ഇച്ഛാശക്തിയാണ് വകുപ്പുകൾക്കും മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും ഉണ്ടാവേണ്ടത്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.